അങ്ങനെ തിരിഞ്ഞാൽ മനുഷ്യർ നന്നായി പോകും. മനുഷ്യർ നന്നാവുന്നതിന്, പ്രത്യേകിച്ച് ഭാരതത്തിൽ നന്നാവുന്നതിന് വിഷമമുള്ള വലിയൊരു വിഭാഗമുണ്ട്. കാരണം ഇവിടുത്തെ മനുഷ്യർ നന്നായാൽ അത് ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തും. ഈ രാഷ്ട്രത്തെ തളർത്തണമെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ നന്നല്ലാത്ത വിധത്തിൽ വഴി തെറ്റി എങ്ങടെങ്കിലൊക്കെ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ അല്ലെങ്കിൽ വഴി വിട്ട് അങ്ങനെ പോകണം. അത് പോകണമെങ്കിൽ അവരെ നന്നാക്കുന്ന ഘടകം ഏതാ വളരെ കൃത്യമായി പഠിച്ചു. രാമന് വലിയ സ്വാധീനമുണ്ട്. മര്യാദ പുരുഷോത്തമനായ ധർമ്മവിഗ്രഹമായ രാമൻ ഒരു പ്രതീകമാണ്. അപ്പൊ ആ രാമനെ സീതയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മുടെ തലമുറ നീങ്ങുമോ എന്നൊരു ഭയം. അവിടെയാണ് രാമനിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാൻ രാമായണം തന്നെ. രാമായണം കത്തിക്ക്, പുസ്തകം കത്തിച്ചുകൊണ്ട് അറിവില്ലേണ്ടി പോകും. ആലോചിച്ച് നോക്കൂ, രാമായണം ഇന്നത്തെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പക്ഷേ എഴുത്തോലകളുടെ കാലത്ത് നടന്നുണ്ടാവും. ഓലക്കെട്ട് കത്തിച്ച സാധനം പോയില്ലേ അല്ലെ? ഇന്ന് ഓരോരുത്തരുടെ കയ്യിൽ ഈ സാധനം നിലനിൽക്കുമ്പോൾ ഒരു കുത്തു കുത്തിയ രാമായണം മുഴുവനും കിട്ട് അല്ലെ, മൊബൈലിൽ ഒരു കുത്തു കുത്തിയാൽ ഏത് കാണ്ഡം വേണം, എത്ര വരി വേണം എന്നാണ് കിറന്നിട്ട് വരുന്ന കാലത്ത് ഒരു മടി കൂടാതെ പൊട്ടന്മാര് പോയിട്ട് രാമായണം എടുത്ത് കത്തിക്കുന്നു. അപ്പൊ ഈ കത്തിക്കുന്നൊക്കെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? രാമായണത്തിൽ നിന്ന് അകലണം. അങ്ങനെ രാമായണത്തിൽ നിന്ന് അകന്നാൽ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും ഉണ്ടാക്കുന്ന പരുക്കുകൾ ഒരുപാടാണ് എന്നതുകൊണ്ട് തന്നെയാണ് രാമനിലേക്കും രാമായണത്തിലേക്കും തിരിയണം. അതാണ് രാമായണ മാസം ജനകീയമായി ആചരിക്കണം എന്ന ഹൈന്ദവ സമൂഹത്തിന്റെ തീരുമാനത്തിന്റെ പിന്നിലുണ്ടായത്. രാമായണം വായിപ്പിച്ചത് നമ്മളൊന്നുമല്ല. ഈ കർക്കിടകവും രാമായണ മാസമായിട്ട് നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. കർക്കിടകത്തിൽ രാമായണം വായിക്കാതെ ഹൈന്ദവ സംഘടനകൾ ഉണ്ടാക്കിയ തീരുമാനമൊന്നുമല്ല. പക്ഷെ ആ തീരുമാനത്തെ ജനകീയമാക്കാൻ തീരുമാനിച്ചു. നമ്മൾ വീടുകളിൽ ഇരുന്ന് വായിച്ചിരുന്നത് ജനകീയമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഗംഭീര രാമായണ മാസ ആചരണം എന്ന് ഇന്ന് ഫ്ലക്സ് വെക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഏതൊരു അമ്പലത്തിൽ ചെന്നാലും നമുക്ക് കാണാം ഗംഭീര രാമായണ മാസ ആചരണം. ഒറ്റയടിക്ക് ആ ഫ്ലക്സ് അവിടെ കയറിയതൊന്നുമല്ല, നടന്നിട്ട് എരന്നിട്ടും അല്ലെ, ഇവിടുത്തെ ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ നടന്ന് എരന്ന് തുരന്ന് തന്നെ പറയട്ടെ, ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയാണ് സമാജത്തെ കൊണ്ട് ഇത് അംഗീകരിപ്പിച്ചത്. നമ്മൾ നല്ല കാര്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹം അംഗീകരിക്കും എന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടത്തിന്റെ പഴയ സംഘാടകർക്കൊക്കെ അറിയാം ഒരമ്പലത്തിൽ രാമായണം വായിക്കാൻ അവര് പെട്ട പാട് എത്രയാണെന്നുള്ളത്. കാരണം അമ്പലക്കാരുണ്ടോ സമ്മതിക്കുന്നു? പല അമ്പലക്കാരും സമ്മതിക്കില്ല. എന്നിട്ട് വിടാണ്ട് ഇറക്കുക, ഞങ്ങളൊന്ന് രാമായണം വായിച്ചോട്ടെ, ഞങ്ങളൊന്ന് രാമായണം വായിച്ചോട്ടെ, ഞങ്ങളൊന്ന് രാമായണം വായിച്ചോട്ടെ എന്നിട്ട് വിടാതെ ഇരുന്നാൽ ചില അമ്പലക്കാർ 1/2 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് സ്ഥലം തരും. എന്തിനാ 1 സ്ക്വയർ ഫീറ്റ് സ്ഥലം? വായിക്കുന്ന ആൾക്ക് ചന്തി വെച്ച് വായിക്കാന്. ബാക്കി ഒന്നും അമ്പലത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ അവിടെ പോയി ഇരുന്ന് വായിക്കണമെങ്കിൽ വിളക്ക, എണ്ണ, തിരി, പായ അല്ലെ, ഫോട്ടോ തുടങ്ങി സർവ്വ സാധനവും ചുമന്ന കക്ഷത്ത് പണ്ട് കൂത്ത് കാണാൻ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം രാത്രി അമ്പലത്തിലേക്ക് കൂത്ത് കാണാൻ പോകാൻ. ഞാൻ ഈ പായൊക്കെ ചുരുട്ടി കക്ഷത്ത് വെച്ചിട്ടാണ് പണ്ട് പോവുക കൂത്ത് കാണാൻ. അതേമാതിരി അമ്പലത്തിലേക്ക് കൂത്ത് കാണാൻ പോണമാതിരി ഇതൊക്കെ കൂടി ചുരുട്ടി കെട്ടി പോയി അവിടെ കൊണ്ടുപോയി വായിച്ച് 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 ഇന്നിപ്പോ അവരൊന്നുമില്ലെങ്കിൽ അമ്പലം ഏറ്റെടുത്ത് നടത്തിക്കോളും. ഗംഭീര രാമായണ മാസാചരണം എന്ന ഫ്ലക്സ് ഒക്കെ വെച്ച് സംഗതി സമാജം ഏറ്റെടുത്തു. മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ രാമായണ മാസാചരണം ഉണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പോരാ, മലയാളത്തിൽ ഇന്നിറങ്ങുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഗ്രന്ഥം അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് കാരണം ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അത്രയും വരെ നല്ല കാര്യം. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തൃപ്തികരമായൊരു ഉത്തരം നമുക്ക് ഇപ്പോ അല്ലെ പറയുമ്പോൾ ഒരു ചെറിയ ഒന്നും കൂടി ആലോചിക്കണ്ടേന്നൊക്കെ തോന്നും. എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? അമ്പലത്തിൽ രാമായണ മാസ ആചരണം നടക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വായിക്കുക എന്നുള്ളതല്ല. ആ അമ്പലത്തിന്റെ തട്ടകത്തുള്ള എല്ലാവർക്കും വായിക്കാനാകണം, വായിക്കാൻ പഠിക്കണം. അക്ഷരമറിഞ്ഞ ഒരാൾ പോലും ഒരു രാമായണ മാസാചരണം നടക്കുന്ന ഒരു അമ്പലത്തിന്റെ തട്ടകത്തിന്റെ കീഴിൽ അക്ഷരമറിഞ്ഞിട്ട് രാമായണം വായിച്ചു നോക്കാത്ത ആരും ഉണ്ടാവരുത്. കഴിയുമോ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ? നിങ്ങളുടെ ഒരുപാട് നേട്ടങ്ങളുടെ പട്ടിക ഇവിടെ പറഞ്ഞു. അഭിമാനത്തോടു കൂടിയാണ് നിങ്ങൾ ആ നേട്ടങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ പഠിക്കണവരോടല്ലേ വീണ്ടും പറയാൻ പറ്റുള്ളൂ അല്ലെ? ടീച്ചറായതുകൊണ്ടാണ് അങ്ങനെ. പഠിക്കാത്ത കുട്ടികൾക്ക് മാർക്ക് പറഞ്ഞാൽ ചീത്ത പറയുമോ നമ്മള്? ഞാനൊന്നും ചീത്ത പറയാറില്ല. കാരണം ചീത്ത പറഞ്ഞൊരു കാര്യമില്ല. അതിന് കിട്ടുന്ന പരമാവധിയാണിത്. മണല് പിഴിഞ്ഞിട്ട് എണ്ണ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? മണലാണേ, പരമാവധി വെള്ളേ വരുന്നത്, എണ്ണ വരില്ലല്ലോ എന്ന് എത്രയും നമ്മൾ ഇട്ട് മതിച്ചാലും. അതുകൊണ്ട് അവർക്ക് 2 മാർക്ക് കിട്ടി. അവരെ കേമായിട്ടോ എനിക്ക് 2 മാർക്കൊക്കെ കിട്ടിയില്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. പക്ഷെ പഠിക്കണ കുട്ടിക്ക് 2 മാർക്ക് പറഞ്ഞാൽ അവന്റെ കഥ കഴിഞ്ഞ് കൊന്ന് കൈ കൊടുക്കൂലേ, എവിടെ പോയി ഈ 2 മാർക്ക് എന്ന് വെച്ചാൽ അവൻ വിചാരിച്ച ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് നിങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഇപ്പൊ നമ്മുടെ മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഒരു ടാസ്ക് കഴിഞ്ഞ് അടുത്ത ടാസ്ക് ഇട്ട് തരുന്ന മാതിരി വലിയൊരു ടാസ്ക്കാണ്. ദൗത്യം ഏറ്റെടുക്കൂ. അക്ഷരമറിയുന്ന ഒരൊറ്റ ഹിന്ദു പോലും ഈ അമ്പലത്തിന്റെ തട്ടകത്ത് രാമായണം വായിക്കാത്തവരില്ല. ചെറിയ ലക്ഷ്യമല്ല പറയുന്നത്. ഒരു
മതഗ്രന്ഥങ്ങളൊക്കെ ഒരു പുണ്യഗ്രന്ഥങ്ങളൊക്കെ വായിക്കണ്ടേ? പിന്നെ എന്തിനാ നമ്മൾ നാവിൽ ഹരിശ്രീ എഴുതിയത്? അക്ഷരത്തിന്റെ ലോകത്തേക്ക് വന്നത് നാവിൽ ഹരിശ്രീ എഴുതിയിട്ടല്ലേ, അരിയിൽ ഹരിശ്രീ എഴുതിയിട്ടല്ലേ? ഹരിശ്രീ ഗണപതിയെ നമ എന്നൊക്കെ ഒരു ആധ്യാത്മികമായ തലത്തിലൂടെ അക്ഷരം പഠിച്ച് നമുക്ക് ഒരു മതഗ്രന്ഥവും വായിക്കേണ്ടാന്ന്, ഒരു പുണ്യഗ്രന്ഥവും വായിക്കേണ്ടാന്ന്. ബൈബിൾ വായിക്കാത്ത ക്രിസ്ത്യാനിയുണ്ടോ? ഖുർആൻ വായിക്കാത്ത മുസ്ലിം ഉണ്ടോ? 5 രൂപയുടെ ജ്ഞാനപ്പാന പോലും വായിക്കാത്ത ഹിന്ദുക്കളില്ലേ? 5 രൂപ 10 രൂപ കൊടുത്താൽ കിട്ടുന്ന ജ്ഞാനപ്പാന 4-5 ഇടല്ലേ ഉണ്ടാവുള്ളൂ, അതെങ്കിലും വായിക്കാത്തത് വേണ്ടേ? നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കണ്ടേ? പിന്നെ നമ്മുടെ യുവത്വം അല്ലെങ്കിൽ നമ്മുടെ ബാല്യ കൗമാര യുവത്വം വഴിതെറ്റി പോകുന്നെങ്കിൽ, നമ്മുടെ മധ്യവയസ്കർക്ക് ജീവിതം മടുക്കുന്നെങ്കിൽ, അല്ലേ, നമ്മുടെ വൃദ്ധർ ആരോരുമില്ലാതെ നട്ടം തിരിയേണ്ടി വരുന്നെങ്കിൽ കാരണം അന്വേഷിച്ച് എങ്ങോട്ടും പോകണ്ട, നമ്മൾ ആധ്യാത്മികതയിൽ നേരെ അകന്നുപോയി എന്നുള്ളതാണ്. ഒരു അമ്പലത്തിൽ വരവോ ബാക്കി ചില കാര്യങ്ങളിലോ ഒതുക്കി, അതിനപ്പുറത്തേക്കുള്ള ആധ്യാത്മികതയില്ല. ഇത്രയും ഗ്രന്ഥമുള്ള വേറൊരു സമൂഹമുണ്ടോ? ഹിന്ദുക്കൾക്ക് ഉള്ളതുപോലെ ഗ്രന്ഥം ഒരു സർവകലാശാലയാണ്. നമ്മളെല്ലാം ഒന്നും വായിക്കാൻ നമ്മളെ കൊണ്ട് ഒരു പുരുഷായുസൊന്നും പോരാ. നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസൊന്നും പോരാ. ലോകത്തിന് എന്നും മാതൃകയായി നിൽക്കുന്ന, ലോകത്തിലെ അറിവുകൾ മുഴുവൻ സംഗ്രഹിച്ച ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥങ്ങൾ എന്ന് പറയാവുന്ന വേദങ്ങൾ നമ്മുടെയാണ്. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അല്ലേ? പെട്ടെന്ന് പഠിക്കാൻ കുട്ടിയെ പറ്റില്ല, എല്ലാവരും പഠിക്കുകയും വേണ്ട. പക്ഷെ പച്ച മലയാളത്തിൽ ഭക്തിരസപ്രധാനമായിട്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, അതെങ്കിലും നമുക്കൊന്ന് ശീലാക്കിക്കൂടെ? നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും മാത്രമല്ല വായിക്കുമ്പോൾ തന്നെ ഒരു സുഖം കിട്ടുന്നു എന്നൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ രസത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്നതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാത്ത ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ രാമായണത്തിന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ക്ഷേത്രത്തിന്റെ മാത്രം ചുമതലയല്ല, ഇതിന്റെ സംഘാടകരുടെ മാത്രം ചുമതലയല്ല, ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ്. ആദ്യം എവിടെയാ വൃത്തിയാക്കേണ്ടത് അല്ലെ? നമ്മൾ പണ്ട് സേവനവാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, നാട് മുഴുവൻ വൃത്തിയാക്കുക. ആദ്യം വൃത്തിയാക്കേണ്ടത് എവിടെയാ? അവനവന്റെ വീടല്ലേ. എല്ലാവരും അവനവന്റെ വീടല്ലേ ആദ്യം വൃത്തിയാക്കേണ്ടത്. അതുപോലെ രാമായണത്തിലേക്ക് സമാജത്തെ കൊണ്ടുപോകേണ്ടത് എവിടുന്നാ? ഈ ഹിന്ദുക്കളിൽ നിന്ന് രാമായണം വായിക്കാൻ വിളിച്ചാൽ കിട്ടില്ല, ആരും വായിക്കില്ല, അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും, അവരെ ഇതൊക്കെ നമുക്ക് പറയാം. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ, കൂട്ടുകുടുംബമൊന്നും ഇല്ല അല്ലേ? 2, 3, 3.5 ഒക്കെയാണ് ഒരു വീട്ടിൽ ഉണ്ടാവുക. അതിലെത്ര പേര് രാമായണം വായിച്ചിട്ടുണ്ട്? അവിടെ ഇനിയിപ്പോ ആരാ വന്ന് വായിപ്പിക്കുക? നമ്മുടെ വീട്ടിൽ വേറൊരാൾ വരണോ രാമായണം വായിപ്പിക്കാൻ? അത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലേ? അങ്ങനെ തുടങ്ങിയ തട്ടകത്ത് ആരും ഉണ്ടാവില്ല വായിക്കാത്തത്. ഇപ്പൊ ഈ രാമായണ മാസം ഇവിടെ സമർപ്പിക്കുമ്പോ അതും കൂടെ ഒന്ന് മനസ്സിൽ തീരുമാനിച്ചു പോവോ? അടുത്ത വർഷം എൻ്റെ വീട്ടിൽ കണ്ണിന് കാഴ്ചയുള്ള അക്ഷരമറിയാവുന്ന ഒരാളും രാമായണം വായിക്കാത്തവരുണ്ടാവില്ല. ഉറപ്പിച്ചു പോകാൻ പറ്റുമോ? അല്ലെ? സമാജത്തെ കുറ്റം പറയലൊക്കെ എളുപ്പമാണേ. നേരെയില്ല അല്ലെ? ആരുമില്ല, അവരെ കണ്ടുപഠിക്കണം, ഇവരെ കണ്ടുപഠിക്കണം, മറ്റവരെ കണ്ടുപഠിക്കണം. ആദ്യം ഞാൻ എന്ത് ചെയ്തു? സ്വയം ചെയ്യാണല്ലോ വേണ്ടത്. അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്തപ്പോഴല്ലേ അല്ലെ? ചിറ കെട്ടുമ്പോ വലിയ വലിയ വൻമരങ്ങളും വലിയ കല്ലുകളും കൊണ്ടുപോകുന്നവരെയൊന്നും അല്ല ഭഗവാൻ അനുഗ്രഹിച്ചത്. കൂട്ടിയാ പറ്റാണ്ടി ആ മണ്ണ് കിടന്ന് പറയണ അണ്ണാറക്കണ്ണനെയാണ് പിടിച്ചിട്ട് തലോടിയത്. കാരണം അതാണ് മഹത്തരം. ചെയ്താൽ പറ്റുന്നവർ ചെയ്യുന്നതല്ല, ചെയ്യാൻ കൂട്ടിയാൽ പറ്റാത്തവര് മോഹം കൊണ്ട് ഇതെനിക്ക് ചെയ്തേ പറ്റൂ എന്ന ആത്മാർത്ഥത കൊണ്ട് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കപ്പെടും. നമ്മുടെ രാമായണ മാസാചരണമൊക്കെ അങ്ങനെ തന്നെ ഗംഭീരായത്. ആദ്യകാലത്ത് ഈ രാമായണ മാസാചരണമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ പ്രവർത്തകർ തന്നെയാണ് പോയിരുന്നു വായിച്ചിരുന്നത്. അവര് പണ്ട് പിന്നെ ആ പുസ്തകം കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് തൃശ്ശൂരൊരു പ്രവർത്തകരാണ്, അത് എല്ലാ രാമായണ മാസകാലത്തും ഓർക്കാറുണ്ട്, പറയാറുണ്ട്. തൃശ്ശൂരൊരു പ്രവർത്തകൻ പറഞ്ഞു, ഞാൻ അവിടെ ഒരു രാമായണ മാസ സമാപനത്തിന് ചെന്നപ്പോ ഒരു 2000-ലധികം ആൾക്കാരുണ്ട് സമാപനത്തിന് വന്നിട്ട്. അപ്പൊ എന്നോട് ഹോളൊന്നും കൊള്ളാണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുക. അപ്പൊ എന്നോട് അദ്ദേഹം തുടങ്ങണതിന്റെ ടീച്ചർക്ക് സന്തോഷമായില്ലേ ചോദിച്ചു. ഞാൻ സന്തോഷമൊക്കെ ഇത്രയും ആളുണ്ടല്ലോ, ഇനിയിപ്പൊ ആള് കുറഞ്ഞാലും സന്തോഷം കുറഞ്ഞിട്ടൊന്നല്ല കേട്ടോ, അല്ലാതെ ഇത്രയും പേരുണ്ടല്ലോ. ടീച്ചറെ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ മറ്റേ ചുമര് പണിക്കൊക്കെ കൽപ്പണിക്ക് പോണ ആളാണ്. അപ്പൊ അദ്ദേഹം എന്താ അറിയാം, എന്റെ ടീച്ചറെ വിശാല ഹിന്ദു സമ്മേളനത്തിൽ തീരുമാനിച്ചു കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കണം. താഴെ തട്ടിലേക്കൊക്കെ നിർദ്ദേശം കിട്ടി. എന്റെ തെറ്റുള്ള 3 അമ്പലത്തിൽ സംഘടിപ്പിക്കേണ്ട ചുമതല എനിക്കായിരുന്നു. അങ്ങോർക്കാണ് 3 അമ്പലത്തിൽ സംഘടിപ്പിക്കേണ്ട ചുമതല. മൂപ്പര് മിഥുനമാസം മുഴുവൻ ഓരോരുത്തരുടെ പിന്നാലെ നടന്നു. രാമായണം വായിക്കുമോ, രാമായണം വായിക്കുമോ, അമ്പലത്തിൽ വന്ന് രാമായണം വായിക്കുമോ എന്ന് വെച്ചിട്ട് ഓരോരുത്തരൊക്കെ ഓരോ കുഴപ്പമാണ്.
ചിലർക്ക് അമ്പലത്തിലേക്ക് നടക്കാൻ വയ്യ, നടക്കാൻ വയ്ക്കുന്നവർക്ക് അവിടെ ഇരിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്ക്കുന്നവർക്ക് ശബ്ദത്തിൽ വായിക്കാൻ വയ്യ, വായിക്കാൻ വയ്ക്കുന്നവർക്ക് കണ്ണു കാണില്ല. ഇങ്ങനെ കണ്ടവർക്കൊക്കെ ഓരോടക്കാം. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആരും അമ്പലത്തിലൊന്നും വായിക്കാൻ തയ്യാറില്ല, ഇന്നത്തെ കാലമല്ല. അവസാനം ഒരു മുത്തശ്ശിയോട് ചോദിച്ചു, ലാസ്റ്റ് കർക്കിടക ആവാൻ പോവാ, മിഥുനം ലാസ്റ്റാ, മുത്തശ്ശി ഒരു വഴിയിൽ എന്നെ ഒന്ന് വായിക്കാൻ പഠിപ്പിച്ചു എന്ന് ചോദിച്ചു. ഇപ്പൊ വേറെ വഴിയൊന്നുമില്ലല്ലോ, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ ആവാൻ കുട്ടി, അമ്പലത്തിൽ വന്നിട്ടൊന്നൊക്കെ വായിക്കാൻ വയ്യാന്നു. കർക്കിടക മാസം 1-ാം തീയതി രാവിലെ ഇയാൾ കുളിച്ച് മുറിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നു. മുത്തശ്ശി 2 ശീല് വായിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഒക്കെ മനസ്സിലായി മൂപ്പർക്കട്ടോ. നേരെ പോയി പണിക്ക്, പടവ് പണിക്ക് നടത്തുന്നതാണ്. നേരെ പണിക്ക് പോയി, പണി കഴിഞ്ഞ് വന്നു, കുളിച്ചു, സൈക്കിളുമ്പോ കയറി, രാമായണം എടുത്തു, അമ്പലത്തിൽ ചെന്നു, പുല്ലായ വിരിച്ചു, വിളക്ക് കത്തിച്ചു, രാമായണം തുറന്നപ്പോ ഒരു പോകാം. രാവിലെ വായിച്ചതൊക്കെ പോയണ്ടേ. രാവിലെ മുത്തശ്ശി വായിപ്പിച്ചത് മുഴുവൻ പോയിരുന്നു. ഒരു പിടുത്തമല്ലേ, എവിടെ വായിക്കണ്ടേ, എങ്ങട്ടാ കൂട്ടി പിടിക്കേണ്ടത്. പിന്നെ രാമനെ വിചാരിച്ചിട്ട് ഒരൊറ്റ വായന അത്ര. ഏതോ സിനിമയില് ദിലീപ് വായിക്കണ്ടല്ലോ, രാമനോ മുണ്ടില്ല, ലക്ഷ്മണനോ തോർത്തില്ല എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തില് മൂപ്പര് ചുക്കുമൂൾ അകുതി പലി, ഭഗവാനെ തെറ്റുണ്ടെങ്കിൽ പുറത്തോളനെ നിന്ന് ആദ്യത്തെ അമ്പലത്തിൽ വായിച്ചു, സൈക്കിളുമ്പോ കയറി, 2ാമത്തെ അമ്പലത്തിൽ പോയി, അവിടുന്ന് ദേമാരെ വായിച്ചു. അങ്ങനെ ടീച്ചറെ ഞാൻ തുടങ്ങി വെച്ചതാണ്. ഇതിപ്പോ കണ്ടു, ഒരു സമാപനത്തിന് 2,000-ത്തിലധികം ആള് വരുന്നു. ആര്? അണ്ണാറക്കണ്ണനാണ്. രാമായണ പണ്ഡിതനൊന്നല്ല മൂപ്പര്, പണ്ട് മിന്നി വായിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അത് ചെയ്തപ്പോൾ, അദ്ദേഹം അണ്ണാറക്കണ്ണനാ, തന്നാലായത് ചെയ്തു. ബഹുമാനിക്കേണ്ട പ്രവൃത്തിയല്ലേ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഹനുമാനെ പോലെ വലിയ വലിയ മലയും ഇതൊന്നും കുഴക്കിക്കൊണ്ടിട മരുത്താമൽ എന്നെ കുഴക്കാൻ പറ്റുന്ന ഹനുമാൻ അവിടെ ഉണ്ട്. പക്ഷെ ആ ഹനുമാന്റെ മുതുകത്തല്ല തലോടിയത് ഈ മണ്ണിൽ കിടന്ന് പെരഞ്ഞ അണ്ണാറക്കണ്ണന്റെ മുതുകത്ത്. അതാണ് രാമായണത്തിന്റെ സന്ദേശം. നമ്മളൊക്കെ അണ്ണാറക്കണ്ണന്മാരാവാൻ പറ്റാത്തവരാരും ഇല്ലാലോ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഈ വിമർശിച്ചുകൊണ്ട് അത് ചെയ്യുന്നില്ല, ഹിന്ദു ഇങ്ങനെയായ നേരെയാവില്ല, ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല, ഹിന്ദുക്കൾക്ക് ഇത് പറയുമ്പോൾ ഇടയ്ക്കെങ്കിലും ഞാൻ എന്ന അണ്ണാറക്കണ്ണൻ ഹിന്ദു സമൂഹത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടി, ശാക്തീകരണത്തിന് വേണ്ടി, ആധ്യാത്മികമായ ഉണർവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അന്വേഷണം നമ്മൾ നടത്തണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത വർഷത്തേക്ക് അല്ലെ, അടുത്ത രാമായണ മാസം ആചരണമാകുമ്പോഴേക്ക് ഇന്ന് സമർപ്പിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞു പോവുക, എന്റെ വീട്ടിൽ രാമായണം വായിക്കാത്തവർ ആരും ഉണ്ടാകില്ല. 1-2 ശീല നിത്യേന എന്നോണം വായിച്ച് വായനയുടെ ലോകത്തേക്ക് അവരെ കൊണ്ടുവരിക. ഇനി നിങ്ങൾക്ക് വായിക്കാനില്ലേ, കുഴപ്പമില്ല, വായിച്ചിട്ട് നമ്മുടെ മറ്റേ യൂട്യൂബിലൊക്കെ ഉണ്ടേ, പുസ്തകം നിർത്തിവെച്ചിട്ട് അതിന്റെ കൂടെ വായിച്ചാൽ മതി. ഇപ്പൊ വളരെ എളുപ്പല്ലേ, പുസ്തകം നിർത്തി വെച്ചിട്ട് അതിന്റെ കൂടെ വായിക്കാൻ ട്യൂണ് കിട്ടിയായി, അക്ഷരം കിട്ടിയായി, ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക്. പക്ഷെ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ അവിടെ പ്രഭാഷണത്തിൽ വന്നൊരു വ്യക്തി പറഞ്ഞു, അതായത് ഇപ്പൊ രാമായണ ശീലെന്നാണ് നമുക്ക് കേട്ട് പരിചയം. ഇപ്പൊ എന്താ വെച്ചാൽ ആളുകൾക്ക് ശീലിലല്ല റീൽസിലാണ് കാര്യം. റീൽസ് ആണെങ്കിൽ അല്ലെ കുറച്ചും കൂടെ ഓടിപ്പോകും എന്നുള്ളത്. അപ്പൊ ശീലുകളിൽ നിന്ന് റീലുകളിലേക്കുള്ള മാറ്റമൊക്കെ ആയിക്കോട്ടെ, റീൽ ഉപയോഗിച്ച് രാമായണത്തെ പഠിക്കുക. അത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ലോകത്തേക്ക് വരിക. അപ്പൊ നമുക്ക് തീരുമാനിക്കല്ലേ, അടുത്ത വർഷം നമ്മുടെ ഇവിടെ മലയാളം അക്ഷരം അറിയുന്ന എല്ലാവരും രാമായണം വായിക്കും. അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കണം, പുതിയ പുതിയ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേദി കൊടുക്കണം. അപ്പൊ പല സ്ഥലത്തൊക്കെ നടന്നിട്ടുണ്ട്. 2,000 കുട്ടികളൊക്കെ രാമായണം ഒന്നിച്ച് വായിക്കണ പരിപാടികളൊക്കെ നടത്തിയത്. ഒരു ഉത്സാഹിച്ച ആരെങ്കിലും ഇറങ്ങിയാൽ നമ്മുടെ സമാജം വരും. ഇപ്പൊ പുതുതായി വായിക്കാൻ പഠിച്ചവരെ വിളിച്ചിരുത്തി വായിപ്പിക്കണം. അവർക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തണം. മത്സരം നടത്തുന്ന ക്വിസ് മത്സരം മാത്രമല്ല രാമായണത്തിന്. ക്വിസ് മാത്രം നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? രാമായണമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അവർ കുറെ ചോദ്യമായിട്ട് പോകും. രാമൻ ജനിച്ചതെവിടെ, മറ്റതെവിടെ, മറിച്ചതെവിടെ, ആദ്യത്തെ പേരെന്ത്, ഇപ്പോഴത്തെ പേരെന്ത്, നടുക്കത്തെ അതെന്ത്, ഇതെന്ത്, അതെന്ത്, ആനയേത്, ചേനയേത് എന്ന് കുറേ ചോദ്യം പഠിക്കും. ഈ ചോദ്യങ്ങളുടെ ഒക്കെ കൂടി ഉത്തരമാണ് രാമായണം എന്നുള്ള ധാരണയിൽ അവരെത്തും. ഒരിക്കൽ പോലും രാമായണം കാണാത്തവർക്കും ഫസ്റ്റ് വാങ്ങിച്ചോണ്ട് പോകാനും പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഈ വായിക്കുന്നവരെ വിളിച്ചുകൊണ്ട് സ്ഥിരമായി വായിക്കുന്ന കുട്ടികൾ, പുതുതായി വായിക്കാൻ പഠിച്ച കുട്ടികൾ, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്നതെല്ലാം നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ മറ്റേ സ്കൂൾ കലോത്സവങ്ങളൊക്കെ നടക്കണ്ടല്ലോ അല്ലേ, ഓരോരുത്തരും ഡാൻസ് മത്സരത്തിലൊക്കെ പോണ കിഡ്നി വിറ്റിട്ടൊക്കെ കാശില്ലേണ്ടേ. എന്താ കലയോട് ഇത്ര അദമ്യമായ പ്രണയം അവർക്ക്? അവിടെ നല്ല പ്രോത്സാഹനമുണ്ട്, നല്ല പബ്ലിസിറ്റി ഉണ്ട്. രാമായണം വായിക്കുന്നവർക്ക് അത് കിട്ടുമോ? പ്രോത്സാഹനം ഉണ്ടോ? പബ്ലിസിറ്റി ഉണ്ടോ? ഏറിയ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കൊടുത്തു. പിന്നെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം കൊടുക്കണ്ടേ അല്ലേ? രാമലല്ലയുടെ ആ പ്രതിമ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രത്യേകം, അത് നിങ്ങൾ വലിയൊരു കാര്യം. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലേ മറ്റേ പലകി അവസാനം വീട്ടുകാർക്ക് അത് വെക്കാനും സ്ഥലമില്ല. ഇങ്ങനെ ഇത് കിട്ടുക അല്ലെ, പഴയ സോപ്പും പെട്ടി തീർപ്പൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. പണ്ട് സോപ്പും പെട്ടിയും ഗ്ലാസും ഒക്കെ ആയിരുന്നു. ഇതിനപ്പുറത്തേക്ക് എന്താ കിട്ടണത്? അതിനപ്പുറത്തേക്ക് കിട്ടണം നന്നായി വായിക്കുന്ന, സ്ഥിരമായി വായിക്കുന്ന കുട്ടികൾ ആദരിക്കപ്പെടണം. അത്തരം പ്രവർത്തനം ചെയ്യുന്ന അമ്മമാർ ആദരിക്കപ്പെടണം.
അവർക്കൊക്കെ പേരും പ്രശസ്തിയൊക്കെ കിട്ടട്ടെ. നമ്മളെന്തിനാണ് ബുദ്ധിമുട്ടണേ അല്ലെ? അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെയാണെങ്കിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണെങ്കിലും അല്ലെ, അവരോടൊപ്പം നടന്നിട്ടാണെങ്കിലും രാമായണം വായിക്കാത്ത, അതാണ് നമ്മൾ ജനകീയമായി ആചരിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അതാണ് രാമായണം വായിക്കാത്തവരായി ആരും ഉണ്ടാകരുത്. ഇത് നമുക്കിത് വേണം എന്ന് തോന്നാനുള്ള എളുപ്പ വഴി എന്താ? മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങൾ വായിക്കുന്നത് ഈ നാട്ടിൽ എതിർക്കപ്പെടുന്നുണ്ടോ? പഠിക്കുന്നത് എതിർക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ബൈബിള് വായിക്കരുത്, ഖുർആൻ വായിക്കരുത്, പഠിക്കരുത്, ഏതെങ്കിലും സംഘടന ബഹളം കൂട്ടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ ആ കഥാപാത്രം ചെയ്തത് ശരിയോ, ഖുർആനിലെ ഈ കഥാപാത്രം ശരിയോ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ രാമായണം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. രാമൻ സീതയെ ഉപേക്ഷിച്ചത് തെറ്റല്ലേ, രാമൻ ബാലിയെ കൊന്നത് തെറ്റല്ലേ, രാമൻ അത് ചെയ്തത് തെറ്റല്ലേ, നിങ്ങളുടെ രാമൻ ഇങ്ങനെയല്ലേ, നിങ്ങളുടെ രാമൻ അങ്ങനെയല്ലേ. ഈ രാമന്റെ മണ്ടയ്ക്ക് കയറാത്തവരില്ല എന്നുള്ളതാണ്. അപ്പൊ രാമൻ എന്തോ ഗുണമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ എതിർപ്പുകൾ അതിന്റെയാണ്. ഇപ്പൊ നമ്മള് വീട്ടില് പാചകം ചെയ്യണവർക്കല്ലേ കുറ്റമുള്ളൂ, കഴിക്കുക മാത്രം ചെയ്യണവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉപ്പേറി, മുളകേറി, എന്നിട്ടോ കടുക് ശരിയായില്ല, കരുവേപ്പിന്റെ എല്ലാം മൂത്തില്ല, ഇത് നമ്മൾ വെക്കണോണ്ടാണല്ലോ കേൾക്കണത് അല്ലെ? ചെയ്യണോണ്ടല്ലേ കേൾക്കണത്. അപ്പൊ ആ കുറ്റം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ എന്തോ ഒന്ന് അവിടെ ഉണ്ട് അല്ലെ, എന്തോ അവിടെ കാര്യമായി നടന്നിട്ടുണ്ട്. അപ്പൊ രാമായണത്തെ ഭയക്കുന്നു. അത് തന്നെയാണ് രാമായണത്തിലേക്ക് നമ്മൾ തിരിഞ്ഞേ പറ്റൂ, പഠിച്ചേ പറ്റൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇവരുടെ എതിർപ്പുകളാണ്. അതല്ലെങ്കിൽ രാമൻ ഇല്ല എന്ന് വിചാരിക്കുന്നവർ എന്തിനാ രാമന്റെ കല്യാണത്തിനെ പറ്റി ഓർത്ത് വേവലാതി പറഞ്ഞത്? അവരെ സംബന്ധിച്ച് രാമൻ ഇല്ല, രാമൻ ജനിച്ചിട്ടുമില്ല, ജനിച്ചില്ല പറഞ്ഞത് അയോധ്യയിലും അല്ല. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട്. രാമൻ ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം കെട്ടിപ്പൊക്കാൻ ജീവൻ വരെ കളഞ്ഞ് ഇവിടുത്തെ സമൂഹം ശ്രമിക്കുമ്പോ രാമൻ അങ്ങനെ ഒരു രാമൻ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ജനിക്കും. ഏത് രാമൻ അല്ലെ? രാമൻ എവിടെയാ പഠിച്ച്, രാമന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ, ജനിച്ചുവെങ്കിൽ തന്നെ അയോധ്യയിലല്ല എന്നൊക്കെ പറഞ്ഞവർ പിന്നെ രാമന്റെ ഡൈവോഴ്സ് സർട്ടിഫിക്കറ്റ് കഴിച്ച് നടക്കണോ? പിന്നെ നിയമപരമായാണോ വിവാഹം മോചനം നടത്തിയ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം അവർക്ക് രാമൻ ഇല്ല, നമുക്കാണ് രാമനുള്ളത്. രാമൻ ഇല്ലാത്തവരെ രാമന്റെ പിന്നാലെ നടക്കുന്നത്. അപ്പൊ പിന്നാലെ നടക്കണമെങ്കിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, നമ്മൾ രാമനിലേക്ക് തിരിഞ്ഞാൽ അതിന്റെ ഗുണഫലം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ എതിർപ്പുകളിൽ നിന്ന് ആവേശം സ്വീകരിച്ചുകൊണ്ട് രാമനിലേക്ക് തിരിയുക. രാമധർമ്മം പുലരട്ടെ. നമ്മുടെ നാട്ടിൽ ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്, ധാരാളം മാറാനുണ്ട്. ഒന്നും മാറിയില്ലെങ്കിൽ വായിച്ചിട്ടൊരു കാര്യമില്ല. ഒന്നും മാറിയില്ലെങ്കിൽ ഒരു കാര്യമില്ല ഞാൻ പറയുന്നില്ല, ഭാഷാസ്വാധീനം കിട്ടും, അത് ഉറപ്പാക്കും. രാമായണത്തിന്റെ ഏറ്റവും ആദ്യത്തെ സദ്ഫലം അതാണ്. ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ മഹത്തായ ഗ്രന്ഥമാണ് രാമായണം. നമുക്ക് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവര് ചില കടങ്ങളൊക്കെ വീട്ടാനുണ്ട്. അത് നമ്മുടെ അച്ഛൻ വാങ്ങിച്ച കടമല്ല കേട്ടോ, നമ്മുടെ ജന്മം കൊണ്ട് കിട്ടുന്ന ഒരു 5 കടങ്ങൾ വീട്ടാനുണ്ടെന്ന് അറിയില്ലേ. നമ്മൾ അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിത കർമ്മങ്ങൾ നമ്മൾ നിശ്ചയിക്കുക. അതിലൊന്നാണ് ഋഷിക്കുള്ള കടം. ഋഷിമാരോട്, നമുക്ക് ഈ മഹത്തായ അറിവുകളൊക്കെ തന്ന ഋഷിമാരോട് നമുക്ക് കടം വീട്ടാനുണ്ട്. ആ കടത്തിന്റെ ഭാഗമായി എങ്കിലും ഭാഷാപിതാവിന്റെ ഗ്രന്ഥം നമ്മൾ വായിക്കണ്ടേ? ഋഷി തുല്യനല്ലേ അദ്ദേഹം. ഇനി മറ്റൊന്ന്, നമ്മുടെ സ്വന്തം ഭാഷയിൽ നന്നായി സംസാരിക്കുക എന്നുള്ളത് വ്യക്തിത്വത്തിന്റെ ഒരു ഏറ്റവും നല്ല ഫലമാണ്. ഈ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ നാട് മുഴുവൻ നടക്കുന്നുണ്ട്. വെക്കേഷൻ കാലത്ത് മുഴുവൻ നമ്മുടെ കുട്ടികൾ പോകാൻ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് പോരാ, അതിനൊരു ഒരു ഗമ പോരാ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതിന് നമ്മൾ പറഞ്ഞേക്കണ്ടേ. എന്താ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? നമ്മുടെ രൂപം മാറ്റാൻ പറ്റുമോ? ഇന്നിപ്പോ ഏത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ കൊണ്ടിട്ടാലും ഞാൻ ഇതിനേക്കാൾ വലിയ രൂപമാവും, ഇല്ലല്ലോ. ഈ കോലത്തിൽ തന്നെയല്ലേ ഞാൻ തിരിച്ചു പോയില്ല. അപ്പൊ പേഴ്സണാലിറ്റിയുടെ ഒരു ഘടകം ശരീരമാണെങ്കിൽ അവിടെ പോയി ഇതുകൊണ്ട് മാറ്റാൻ കുട്ടിയെ പറ്റുമോ? പിന്നെ നമ്മുടെ സ്റ്റൈൽ അല്ലെ, ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, അയാളെങ്ങനെ, ഇതൊക്കെ ചിലപ്പോൾ മാറ്റാൻ വരുത്താൻ പറ്റും. ഇതിലൊരു പ്രധാന ഘടകം ഭാഷാസ്വാധീനമല്ലേ. വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടുന്ന വിധത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്, കേൾവിക്കാരെയും അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് നമുക്ക് ഭാഷാ സ്വാധീനം വേണം, പദസമ്പത്ത് വേണം, എവിടെ എന്ത് ഉപയോഗിക്കണം എന്നറിയണം. ഇഷ്ടം പോലെയുള്ള പദസമ്പത്ത്. അതിന് രാമായണം പോലെ ഒരു അക്ഷയഖനി വേറെ ഉണ്ടോ? വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കിനുള്ളത്തിൽ വരുന്നതാണ് സാധാരണ കവികളൊക്കെ പ്രാർത്ഥിക്കുക സരസ്വതി ദേവിയോടെ. വെള്ളത്തിലെ തിര വരണ പോലെ എനിക്ക് വാക്കുകൾ ഇങ്ങനെ വരണേ എഴുതുമ്പോന്ന്. പക്ഷെ എഴുത്തച്ഛന് വന്നത് എങ്ങനെയാ? വെള്ളത്തിലെ തിര പോലെയല്ല, വെള്ളത്തിലെ സുനാമി പോലെ വന്നത്. ഇങ്ങോട്ട് തുടങ്ങിയ നിൽക്കാനാ പണി. പര്യായങ്ങൾ ഇട്ടിട്ട് തല്ലുകയാണ്. ഒരു വാക്കിന് എത്ര പര്യായം ഉണ്ട് അത് മുഴുവനും പറഞ്ഞാലും പിന്നെ നിൽക്കില്ല. എഴുത്തച്ഛന് സുനാമി പോലെയാണ് പദസമ്പത്ത് ഇങ്ങനെ വന്ന് നിറയാണ്. അത് വായിക്കുന്നതോടുകൂടി ആ പദസമ്പത്ത് നമുക്ക് സ്വായത്തമാകുന്നു. അപ്പൊ ഏത് യുക്തിവാദിയും ഏത് മതത്തിൽപ്പെട്ടവരും രാമായണം വായിക്കണം. അത് പദസമ്പത്ത്
സ്വന്തമാക്കാനാണ്, നമുക്ക് സംസാരത്തിൽ അത് ഉപയോഗപ്പെടുത്താനാണ്, നമ്മുടെ എഴുത്തുകളിൽ അത് പ്രതിഫലിക്കാനാണ്. അതിന് പദസമ്പത്ത്. നമ്മള് മലയാളം മറ്റേ ക്ലാസിക് പദവിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ കുറുക്കന ആമയെ കിട്ടിയമാതിരി കമത്തി ചുടണോ മൾത്തി ചുടണോ എന്ന് ഇപ്പോൾ തീരുമാനമായിട്ടൊന്നുമില്ല. തമിഴിന് കിട്ടിയെന്ന് നമുക്ക് കിടക്കട്ടെ ക്ലാസിക് പദവിക്ക് അപ്പുറം ഇത് കിട്ടിയിട്ട് എന്തിനാ? ഭാഷാ പിതാവിന്റെ ഒരു ഗ്രന്ഥം പോലും മര്യാദയ്ക്ക് വായിക്കാനോ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്താനോ തയ്യാറല്ലാത്ത നമ്മൾ എന്ത് ക്ലാസിക് പദവിയാണ് നടത്തുന്നത്? ഭാഷാ പിതാവിന്റെ ഒരു ഗ്രന്ഥത്തെ പറ്റി പോലും കൃത്യമായി പഠിക്കുകയോ പഠിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുക. ഭാഷാ പിതാവിന്റെ പേരിലുള്ള സർവകലാശാലയിൽ ചെന്നിട്ടാണ് ഞാൻ ബഹളം കൂട്ടിയത്, രാമൻ അങ്ങനെ രാമൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭാഷാപിതാവിനോട് നമ്മൾ കൊടുക്കണ ഇത് ക്ലാസിക് പദവി കിട്ടിയത് നമ്മൾ കൊണ്ടാടുന്ന കേമായിട്ടുണ്ട്. അപ്പൊ അക്ഷരജ്ഞാനത്തിനും പദസമ്പത്തിനും വേണ്ടിയെങ്കിലും ഒരു ദൈവത്തിന് വിശ്വസിക്കാത്തവൻ രാമായണം വായിക്കുക അല്ലേ? അതുപോലെ തന്നെ കേവലം ഭാഷാ പരിജ്ഞാനം മാത്രമല്ല, ആധ്യാത്മികവും ഭൗതികവുമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന സമസ്യകൾക്കൊക്കെയുള്ള ഉത്തരം രാമായണത്തിലുണ്ട്. അതുകൊണ്ടാണ് പണ്ട് ഒരു പ്രശ്നം വന്നാൽ രാമായണം പകുത്ത് വായിക്കാനാ പറഞ്ഞിരുന്നത്. ഇതിൽ മനസ്സിലൊരു ഈശ്വരൊക്കെ തോന്നിയാൽ രാമായണം അല്ലാതെ പോയിട്ട് മറ്റേ വിഷക്കുപ്പി എടുക്കാനോ കയറെടുക്കാനോ അല്ല പറഞ്ഞിരുന്നത്. മനസ്സിലൊരു അസ്വസ്ഥത തോന്നിയാൽ രാമായണം ഭഗവാനെ വിചാരിച്ചുകൊണ്ട് പകുത്ത് വായിക്കുക. ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പേജ് അങ്ങോട്ട് എടുത്തിട്ട് അതിലെ 7 വരി 7 അക്ഷരം വിട്ടിട്ട് ശേഷം വായിച്ചു നോക്കിയാൽ അതിന്റെ ഫലം നമ്മുടെ മനസ്സിനൊരു അല്ലേ എന്താ വരാമ. അപ്പോ എന്താ മനസ്സിലൊരു വിഷമം വന്നാൽ രാമായണത്തിന്റെ പരിഹാരമുണ്ട്. രാമായണത്തിലേക്ക് തിരിയണം, രാമായണം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളെ തടഞ്ഞു നിർത്തണം. ഇന്ന് അസ്വസ്ഥതകളാണല്ലോ കൂടുതലുള്ളത്. സ്വസ്ഥത എന്ന് പറയുന്നത് മനുഷ്യനില്ലാതായി പോയിട്ടുണ്ട്. ചെറിയ കുട്ടിയെ പിടിച്ചിട്ട് പോലും കഴിഞ്ഞ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് ഈ പരീക്ഷയ്ക്ക് കിട്ടിയില്ലെങ്കിൽ എന്തേ കുട്ടിയെ പറ്റിയെന്ന് ചോദിച്ചാൽ കുട്ടി കാണാൻ യമണ്ട വർത്താനങ്ങൾ പറയണു. എനിക്ക് ടെൻഷനാ ടീച്ചറെ, എനിക്ക് സ്ട്രെസ്സാ ടീച്ചറെ, എനിക്ക് ഡിപ്രഷനാ ടീച്ചറെ. കേട്ട ടീച്ചർക്ക് ഡിപ്രഷൻ ആയിപ്പോയി. എവിടെ ഈ പിഞ്ച് പിള്ളേർ ഇതൊക്കെ കൂടെ കെട്ടിപ്പടിച്ച് വരുന്നത്? ആർത്ത് ഉല്ലസിച്ച് കളിക്കേണ്ട പ്രായത്തിലാണ് ഈ പറയണത്. പൂമ്പാറ്റകളെ പോലെ ചിറക് വിരിച്ച് പറക്കേണ്ട മക്കളാ പറയുന്നത്. ടെൻഷനാണ്, സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ്, കുറേ സൈക്കോളജിക്കൽ ടേംസ് സ്വന്തമാക്കി വെച്ചിരിക്കുക കുട്ടികൾ. അതിന് കാരണം ഉണ്ടാകും അവർ ചോദിച്ചാൽ. അതെന്താ കാരണം? അച്ഛൻ കള്ളുടിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയാണ്, അയൽവക്കക്കാരുമായിട്ട് വഴക്കാണ്, വീട്ടിൽ കാശില്ല ടീച്ചറെ, വീട് അതുകൊണ്ട് ടെൻഷനാണ്, ഡിപ്രഷനാണ്, മറ്റതാണ് മറിച്ചതാണ്. ആലോചിച്ച് നോക്കൂ, രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച വിഷമങ്ങൾ എത്രയുണ്ട്, എന്തുമാത്രം വിഷമങ്ങൾ അല്ലേ? സർവ്വ സുഖ സൗകര്യങ്ങൾക്കും മധ്യ ജീവിച്ച രാജകുമാരനും രാജകുമാരിയൊക്കെയാണ്, രാജകുമാരന്മാരും രാജകുമാരി ഒരൊറ്റ ദിവസം കൊണ്ട് കാട്ടിലേക്ക് എടുത്തെറിയപ്പെട്ടത്. അവരുടെ മനസ്സ് തകർന്നു. തലേ ദിവസം വരെ എവിടെയാ? സപ്രമഞ്ച കെട്ടലില്ല ഉറക്കം. ആരെവിടെയെന്ന് ചോദിച്ചാൽ ഈ മറ്റേ മഴ പെയ്തു കഴിഞ്ഞാൽ പാറ്റ പൊടിയണമാരിയില്ല, പാറ്റ പൊടിയണമാരി പെട്ടേന്ന് പരിചാരകത്. ആരെവിടെയെന്ന് ചോദിച്ചാൽ എന്ത് വേണമെന്ന് വായനോട് വീഴുമ്പോഴേക്കും കൊണ്ടു കൊടുക്കും. രാജകുമാരന്മാരും രാജകുമാരിയല്ലേ? പിറ്റേ ദിവസം പോണത് എവിടെയാ? കാട്ടില്. ആരെവിടെയെന്ന് വെച്ചാൽ ആരാ വരിക? അല്ലെ പുലി സിംഹം ആരെങ്കിലും അല്ലെങ്കിൽ മാന പന്നിയോ വന്നാലായി. ആരെവിടെയെന്ന് വെച്ചാൽ സപ്രമഞ്ച കട്ടിലെവിടെ? മണ്ണില് കിടക്കുക. വല്ല എലിയും പുല്ലും വേണമെങ്കിൽ വിരിക്കാൻ കിടക്കാം. എന്താ കഴിക്കുക? അമൃതേത്തുണ്ട ഉണ്ണികൾക്ക് വല്ല ഫലമൂലാദികൾ കൊത്തിയോ പറിച്ചോ മരത്തുമ്മ കയറി പൊട്ടിച്ചോ കിട്ടി അല്ലെ? ആ ജീവിതത്തിന്റെ അന്തരം ആലോചിച്ച് നോക്കൂ. തകർന്നുവോ? ചിരി മുഖത്തുനിന്ന് മാഞ്ഞുവോ? സീതാദേവി പരാതി പറഞ്ഞ് നടന്നോ? എന്നാലും എന്റെ ഒരു കഷ്ടകാലം, ഇങ്ങനൊരു ഗതികേട് എനിക്ക് വന്നവരുടെ ദൈവമേ, ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ആ വില്ല് പൊട്ടിച്ച് കളഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ എത്ര നന്നായി ജീവിക്കേണ്ടതാ, എന്റെ കഷ്ടകാലത്ത് നല്ല ഇങ്ങോരെ കൊണ്ട് ആ വില്ലടിപ്പിച്ച് എപ്പോഴെങ്കിലും പരാതി പറഞ്ഞോ സീതാദേവി? നമ്മളാണെങ്കിൽ പറയില്ലേ, എനിക്ക് എത്ര നല്ല കല്യാണാലോചന, എനിക്ക് എന്ത് ആവശ്യമായിരുന്നു ഇങ്ങോട്ട് അതിന് മോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പദം പറയില്ലേ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലെ? എന്റെ വീട്ടിൽ അങ്ങനെയാണ്, എന്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ഇവിടെ വന്ന് ഞാൻ ഈ ബുദ്ധിമുട്ട് സഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെട്ടിവെളിച്ചപ്പെടില്ലേ? സീത പരാതി പറഞ്ഞതായി കേൾക്കണുണ്ടോ? ശ്രീരാമചന്ദ്രൻ ആ കൈകേയി എന്റെ അടുത്ത് കിട്ടിയാൽ ഞാൻ ആ കൈകേയല്ലേ എനിക്ക് ഈ ഗതി ഉണ്ടാക്കി. രാമായണത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സന്തോഷത്തോടെയാണ് അവർ ആ വിധിയെ സ്വീകരിച്ചത്. നന്മ സ്വീകരിക്കുന്നത് പോലെ തന്നെ തിന്മകളെയും സ്വീകരിക്കാനുള്ള മനസ്സ്, സുഖം സ്വീകരിക്കുന്നത് പോലെ തന്നെ ദുഃഖങ്ങളെയും വരവേൽക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കാതെ ദുഃഖങ്ങൾ അകറ്റാൻ പറ്റില്ല. കര നീക്കിയിട്ട് കടലാടാൻ കുട്ടിയാൻ പറ്റില്ലല്ലോ. കടലിലിറങ്ങണമെങ്കിൽ പറ്റുമോ? ഇതുപോലെ വിഷമങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. വരുന്ന വിഷമങ്ങളെയും സ്വീകരിക്കാനുള്ള മനക്കെട്ടി മാത്രമേ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. രാമായണം നമുക്കത് തരുന്നു. കാരണം അതിലെ കഥാപാത്രങ്ങൾ 14 ലോകത്തിന്റെയും നാഥനായ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ മനുഷ്യനായി പറഞ്ഞപ്പോൾ അനുഭവിക്കാത്ത വ്യഥകളൊന്നുമില്ല, വിഷമങ്ങളൊന്നുമില്ല.
നമുക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും നമ്മൾ പറയും, ഓ ഞാൻ അമ്പലത്തിൽ കത്തിച്ച എണ്ണയും തിരടിയും കാശുണ്ടായിരുന്നു, എനിക്ക് 5 സെന്റ് പറമ്പ് വാങ്ങായിരുന്നു. ഇപ്പൊ ഓരോ ദൈവത്തിന് ശക്തിയില്ലാന്ന് എന്തത് അല്ലേ? ദൈവം തന്നെ ഭൂമിയിൽ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോ സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. രണ്ടും വരാം. മനസ്സിനെ ധൈര്യത്തോടുകൂടി അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. മനഃശാസ്ത്രജ്ഞന്മാർ മാത്രം നമ്മളെ തള്ളി 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 മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിചാരിക്കരുത്. നമുക്കുള്ള സുഖവും സന്തോഷവും നമ്മൾ തന്നെ കണ്ടെത്തുക. ഉണ്ടാവും, ദുഃഖം മാത്രമല്ല ഉണ്ടാവുക. നമ്മൾ അന്വേഷിച്ചാൽ നമുക്കുള്ള സുഖമൊക്കെ കുറച്ചുണ്ടാകും. ആ സുഖം ഒരു പക്ഷേ ത്യാഗത്തിൽ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും. രാമായണത്തിന്റെ പ്രത്യേകത അതല്ലേ, ഓരോരുത്തരും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, മക്കളെ പോലും നോക്കണ്ടെന്നൊക്കെയാണ് പുതിയ സോഷ്യൽ മീഡിയ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നത്? നിങ്ങൾ എന്തിനാ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുന്നത് അല്ലെ? പക്ഷെ രാമായണം പറഞ്ഞു തരുന്നത് ത്യാഗത്തിന്റെ ആ സൗന്ദര്യത്തെ പറ്റിയ, ത്യാഗത്തിന്റെ സുഖത്തെ പറ്റിയ. രാമൻ അയോധ്യ ഉപേക്ഷിക്കുന്നു. ആർക്കു വേണ്ടി? അച്ഛന് വേണ്ടി. നാളെ കിരീടം ധരിച്ച് അധികാരത്തിലേക്ക് പോകുന്ന രാമൻ ജഡാവൽക്കരധാരിയായി കാട്ടിലേക്ക് പോകുന്നു അച്ഛന്റെ വാക്ക് പാലിക്കാൻ. അതുകൊണ്ടാണ് രാമന് വിഷമം വരാത്തത്. കാരണം എന്റെ നഷ്ടം എന്തിനു വേണ്ടിയാ? ഞാൻ അച്ഛന് വേണ്ടി ത്യാഗം ചെയ്തതാണ് അല്ലെ? എന്റെ അനുജനാണ് സിംഹാസനത്തിൽ ഇരിക്കുക. ലക്ഷ്മണന് വിഷമമുണ്ടോ? ഓ ഞാൻ ഇങ്ങോരുടെ കാലം നോക്കി പിന്നാലെ നടക്കേണ്ടി വന്നുമല്ലേ, ഈ 14 കൊല്ലം വല്ല കാര്യമുണ്ടോ എനിക്ക്? എല്ലാം അങ്ങനെ എണ്ണക്കാ കുറിഞ്ചാത്രം അങ്ങനെ എന്തിനാ? രാമൻ കാട്ടിപ്പോയി വന്ന രാമൻ രാജാവ്, ലക്ഷ്മണൻ അപ്പോഴും എവിടെയാ? രാമന്റെ കാഴ്ചോട്ടിലല്ലേ? എനിക്ക് വല്ല കാര്യമുണ്ടോ? കാട്ടെ പിന്നാലെ പോന്നിട്ട് പറയുന്നുണ്ടോ? ജ്യേഷ്ഠന് വേണ്ടി 14 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് അല്ലെ, ഉറങ്ങാതെ കാവല് നിന്നപ്പോൾ ആ ലക്ഷ്മണൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അത് അന്യന് വേണ്ടി ജീവിച്ചപ്പോൾ കിട്ടിയ സുഖമാണ്. ഊർമിളയ്ക്ക് സങ്കടമാണെന്നാണ് നമ്മുടെ അക്കാലൊക്കെ പറയുന്നത്. ധാരാളം ആളുകൾ ഊർമിളയുടെ സങ്കടം അന്വേഷിച്ച് പോകുന്നുണ്ട്. പരിത്യക്തയായ ഊർമിളയുടെ കണ്ണ് നിറഞ്ഞതായി വാത്മീകി എഴുതിയിട്ടില്ല. നമ്മളെവിടെ കരുതുന്നത് നമ്മളെന്തിനാ ഊർമിളയ്ക്ക് ഇല്ലാത്ത ദുഃഖം നമ്മളുണ്ടാക്കി കൊടുക്കുന്നത്? ഊർമിളയ്ക്ക് ദുഃഖമില്ലാതിരിക്കാൻ കാരണം എന്താ? തന്റെ ഭർത്താവ് ശ്രീരാമചന്ദ്രനെ സേവിക്കാൻ പോയതല്ലേ, അത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്ത ത്യാഗമാണ്. താൻ തന്റെ ഭർത്താവിനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് നടന്നത്. രാജമാതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് തന്റെ കടമകൾ ചെയ്തുകൊണ്ട് 14 വർഷവും അയോധ്യയിൽ ജീവിച്ചു. ലക്ഷ്മണൻ മനസ്സിലുണ്ടായിരുന്നു. ഊർമിളയ്ക്ക് വഴിതെറ്റിപ്പോയോ? പോകാലോ അല്ലേ? ഇപ്പോഴത്തെ കാലം എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ വഴിതെറ്റി പോക്കല്ലേ എളുപ്പം. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ഗെറ്റ് ടുഗദർ വെച്ചാൽ ഒരു ചിലപ്പോ ഉയരങ്ങളിൽ 2 കുടുംബം താറുമാറാവും. 1ാം ക്ലാസ് പഠിച്ചവരുടെ പണ്ടവരുടെ 4ാം ക്ലാസ്സിൽ അതെങ്ങനെയുണ്ട്, 4ാം ക്ലാസ് പഠിച്ചവരുടെ ഗെറ്റ് ടുഗദർ വെച്ചു. 4ാം ക്ലാസ് പഠിച്ചതിന് ശേഷം ഇവര് തമ്മിൽ ആദ്യ കാണുന്നു. തന്നോളം പോകുന്ന മക്കളെ ഇട്ടിട്ട് ഒറ്റ പോക്ക് 4ാം ക്ലാസ് കൂടെ പഠിച്ചവരുടെ കൂടെ. ഇതാണ് ഇപ്പോഴത്തെ കാലം. ഒരു ഗെറ്റ് ടുഗദർ വെച്ചാൽ അല്ലെ പോലും ജീവിതം താറുമാറാവുന്ന ഒരു ദുരവസ്ഥയിൽ ഊർമിളയെ പഠിക്കണ്ടേ നമ്മള്? 14 കൊല്ലം ഭർത്താവ് സമീപത്തില്ലാതെ സ്വന്തം ജീവിതത്തിൽ മനസ്സുകൊണ്ട് പോലും കളങ്കപ്പെടാതെ ജീവിക്കാമെന്ന് തന്നെ ഊർമിള പഠിപ്പിച്ചത്. അത്ര മനോധൈര്യം നമുക്ക് ഉണ്ടാവണ്ടേ? നമ്മളെന്താ മൃഗങ്ങളോ? നമ്മളെ വഴി തെറ്റിക്കാൻ പരിശ്രമങ്ങളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുന്നത്? എങ്ങനെ എവിടെ തുറന്നൊക്കെ നമ്മളെ ഉപദേശികളെ കൊണ്ട് ഇപ്പൊ ഉപദേശികളെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യ. അങ്ങനെ വേണം ഇങ്ങനെ വേണം. അപ്പൊ പറഞ്ഞത് 40 കഴിഞ്ഞിട്ട് അത്ര പ്രണയിക്കേണ്ടത്. 40 കഴിഞ്ഞവരെ പ്രണയിക്കാത്ത 40 വരെ പ്രണയിക്കാൻ പറ്റില്ലേ? 40 കഴിഞ്ഞവരെ പ്രണയിച്ചാലേ കുടുംബം തകരുള്ളൂ. അപ്പോഴേ മക്കള് ഞാനോ നീയോ എന്റെ ആയിട്ടുള്ളൂ. ഈ മക്കള് നാനാവിധവണെ തന്നെയും തള്ളിയും 2 വഴിക്ക് പോകണം. 2 വഴിക്ക് പോയാൽ പിന്നെ ആ മക്കളെ പിടിച്ചാൽ കിട്ടില്ല. അവരെ ജീവിതം കട്ടപ്പോക. അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ നാട് നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ പ്രചരിപ്പിക്കുന്നത് അല്ലേ? 40 കഴിഞ്ഞാൽ പ്രണയത്തിനാണത്രേ വർണ്ണ ശബളിമയൊക്കെ കൂടുക. കാരണം 2 കുടുംബം തകർത്തു എന്നുള്ള മനസ്സമാധാനം ഉണ്ടല്ലോ. ആ സമാധാനം ചില്ലറയല്ല. അവിടെ രാമായണം പറയുന്ന ഊർമിളയിലേക്ക് തിരിയൂ. 14 വർഷം അല്ലെ ഭർത്താവിനെ വിരഹിതയായ നായികയായി നിന്നിട്ടും വഴി തെറ്റാതെ സ്വന്തം കടമകളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ജീവിച്ച ഊർമിള പരിത്യക്തയായ നായികയല്ല, നമുക്കൊരുപാട് സന്ദേശം തരുന്ന നായികയാണ്. നമുക്ക് മാതൃകയാക്കാവുന്നവളാണ് ഊർമിള എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ ഓരോ കഥാപാത്രത്തെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. ഓരോ കഥാപാത്രവും നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന പ്രേരണ നൽകുന്നു. ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. പതറാതെ തളരാതെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. വിഷമങ്ങളൊക്കെ വരാം, അതിനെയൊക്കെ നേരിട്ടിട്ട് ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണം. രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഓരോന്നും നോക്കുക. നമ്മൾ ഓരോന്നും ചിന്തിക്കൂ അല്ലെ? സീതയെ നമുക്കറിയാം, കൗസല്യെ അറിയാം, കൈകേയിയെ അറിയാം, സുമിത്ര അറിയാം. എല്ലാവരിൽ നിന്നും ചിലതൊക്കെ പഠിക്കാനില്ലേ നമുക്ക്?
അല്ലെ, മണ്ടോദര, താരി, താര കഥാപാത്രങ്ങൾ കുറച്ചേ ഉള്ളൂ, സ്ത്രീ കഥാപാത്രങ്ങൾ. ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേശ്ശെ 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 പഠിക്കാനുണ്ട്. നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയം, അല്ലെ. കുറേശ്ശെ കുറേശ്ശെ എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ട്. ശൂർപ്പണഖയെ വായിച്ചിട്ടില്ലേ? എന്തെങ്കിലും പഠിക്കാനുണ്ടോ ശൂർപ്പണഖയിൽ നിന്ന്? ഉണ്ടല്ലോ. നമ്മളാരും ശൂർപ്പണഖയാവരുത് എന്നുള്ളത്. എന്താ ശൂർപ്പണഖയ്ക്ക് പറ്റിയ കുഴപ്പം? ശൂർപ്പണഖ സർവതന്ത്ര സ്വതന്ത്രയായിരുന്നു. കഥാകലികന്മാരായ ജ്യേഷ്ഠന്മാരുണ്ടെങ്കിലും ശൂർപ്പണഖയെ നിയന്ത്രിച്ചിട്ടില്ല. സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വേഷം ധരിക്കാനും വേഷം ധരിക്കാണ്ട് നടക്കാനും ഒക്കെ ശൂർപ്പണഖയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തപ്പോൾ ശൂർപ്പണഖയ്ക്കും അതുകൊണ്ട് വിഷമായി, ബാക്കിയുള്ളവർക്കൊക്കെ വിഷമായി. ആ സ്വാതന്ത്ര്യം ഫലപ്രദമായി വിനിയോഗിച്ചിരുന്നെങ്കിൽ നല്ലതാം. പക്ഷെ അത് ദുരുപയോഗിച്ചു. രാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോ എന്നെ കെട്ട് എന്ന് പറഞ്ഞ് അങ്ങ് വഷളാക്കി. രാമനോട് ചോദിക്കും, എന്നെ കെട്ടു? അയ്യോ പറ്റില്ല, ഞാനൊന്ന് കെട്ടിയതാ. എന്നാ ലക്ഷ്മണ നീ എന്നെ കെട്ടുവോ? ഒരു സ്ത്രീത്വം എത്രത്തോളം താഴാമോ അത്രത്തോളമാണ് താണിരിക്കുന്നത്. എന്നെ കെട്ടുമെന്ന് കണ്ടവരുടെ മുൻപിൽ മുഴുവൻ പോയിട്ട് ഇരക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പിച്ചക്കാരിയായിട്ട് ശൂർപ്പണഖ അധപ്പതിച്ചു. രാക്ഷസീയമായ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാമോ? അപ്പോ ഒരിക്കലും അതുപോലെ ആകരുത്. വഴിതെറ്റിയ ജീവിതങ്ങൾ ഇന്ന് കുടുംബ സ്വസ്ഥതയും വളർന്നു വരുന്ന മക്കളുടെ ഭാവിയെയും ബാധിക്കുന്നു. മക്കൾക്ക് വേണ്ടി, അതാണ് ത്യാഗമാണ് രാമായണത്തിന്റെ സന്ദേശം. ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതാണ് ഭാരതത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. അങ്ങനെ ജീവിക്കുന്നിടത്താണ് ഇപ്പൊ നമ്മൾ പറയുന്നത്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഒന്നും ജീവിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. സായിപ്പന്മാരുടെയും മദാമ്മമാരുടെയും ഒക്കെ ജീവിതം കണ്ടു പഠിക്കാൻ. നമ്മളിങ്ങനെ ടൂറിസ്റ്റ് സെന്ററിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ കാണാറില്ല ഈ മറ്റേ ചൂല് കട്ടഴിച്ച് കിടക്കണമാര്, ഇങ്ങനെ സായിപ്പന്മാരും മദാമ്മമാരും ഇങ്ങനെ മുതോത്ത് വലിയ ഭാണ്ണൊക്കെ കെട്ടി. നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കൂടെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? നമ്മൾ സായിപ്പിനെയും കണ്ടിട്ടുണ്ട്, മദാമ്മയും കണ്ടിട്ടുണ്ട്. ഇവര് കുട്ടികളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? എന്താ ഇവരാരും കുട്ടികളില്ലാത്തവരാ? അവരിങ്ങനെ നടക്കാണ്, കാറ്റത്ത് കയ്യിലെ വാർന്നമാര് ഇങ്ങനെ പോവുക. കുട്ടികളെവിടെ മക്കളെവിടെ അത് വിഷയമല്ല. നമ്മളോട് അങ്ങനെയൊക്കെ നമ്മളാ പറയുന്നത്. ജീവിതം നിങ്ങൾ ആസ്വദിക്കണം. എന്ത് കുട്ടി എന്ന് പറഞ്ഞിട്ടല്ലേ? നിങ്ങൾ ആസ്വദിക്കൂ. നിങ്ങൾ നിങ്ങളെ മക്കളെ നോക്കരുത്. അതല്ല നമ്മുടെ സന്ദേശം. അതല്ല, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അല്ലെ, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്ന ചില ജീവിത സുഖമുണ്ട്. അതിന് ഇത്തിരി പ്രാരബ്ധം ഉണ്ടാവും, പക്ഷെ ആ പ്രാരബ്ധത്തിലും ചില സുഖമുണ്ട്. അത് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഡിപ്രഷൻ വരില്ല, അപ്പൊ നമുക്ക് ടെൻഷൻ വരില്ല, അപ്പൊ നമുക്ക് സ്ട്രെസ് വരില്ല. അവർക്ക് വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിലേക്ക് എത്തിക്കുന്നതാണ് രാമായണത്തിൽ. ത്യാഗമാണ് സന്ദേശം. വന്ദിക്കേണ്ടവരെ വന്ദിക്കാൻ, അത് നമ്മുടെ സംസ്കൃതിയാണ്. അത് തന്നെ രാമായണം പറയുന്നത്. ഇപ്പൊ അത് പറഞ്ഞാൽ കേസെടുക്കുമെന്ന് എനിക്ക് നിശ്ചയം കേട്ടോ. അമ്മയെ പൂജിക്കണം, അച്ഛനെ പൂജിക്കണം, ഗുരുനാഥനെ പൂജിക്കണം, ഗുരുപൂജ നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനൽ കേസെടുക്കേണ്ട കാലം അപ്പൊ കേരളത്തിൽ. ഗുരുവിനെ വന്ദിച്ചു, ഗുരുവിനെ പൂജിച്ചു, മാതാവിനെ പൂജിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പാണ് ക്രിമിനൽ കേസിലാവും നമ്മൾ പോയിട്ട് പ്രതിയാവുക. അതുകൊണ്ട് പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? നമ്മുടെ രീതി അതാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ. ഇവരെയൊക്കെ ഈശ്വരനെ പോലെ സേവിക്കണം എന്നാണ്. അമ്മയെ പൂജിക്കണം. അക്ഷരാർത്ഥത്തിൽ പൂവിട്ട് പൂജിക്കലും നടക്കണോ, അല്ലെ? അവരെയൊക്കെ കാല് തൊട്ട് വന്ദിച്ചാണ് രാമലക്ഷ്മണന്മാരുടെയും ഭരത ശത്രുഘ്നന്മാരുടെയും ജീവിതം മുന്നോട്ട് പോയിരുന്നത്. നിത്യവും ഉഷസ്യുഷസ്യുദ്ധായ കുളിച്ചൂത്ത് ഭക്തിയാ സന്ധ്യാവന്ദനാദി കർമ്മവും ചെയ്ത ശേഷം ജനനീ ജനകന്മാർ തൻ പദാംബുജം വന്ദിച്ച്, കാല് തൊട്ട് വന്ദിച്ച് തന്നെയാണ് ജീവിച്ചിരുന്നത്. ആ ഒരു ബന്ധമുണ്ടല്ലോ, അവിടെയാണ് കുടുംബ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നത്. അവിടെ മക്കൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. മാതാപിതാക്കളുടെ കാൽ തൊട്ട് വന്ദിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങി വരുന്ന ഒരു മക്കൾക്ക് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അല്ലെങ്കിൽ വഴിവിട്ട ബന്ധങ്ങൾ കൂടെ പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്താൽ എൻ്റെ അമ്മയുടെ കണ്ണ് നിറയും, എൻ്റെ അച്ഛന് വിഷമാവും. എനിക്ക് സുഖം ഉണ്ടാവാം മദ്യപിച്ചാൽ, മയക്കുമരുന്ന് കഴിച്ചാൽ, പക്ഷെ എൻ്റെ അമ്മയുടെ കണ്ണ് നിറയരുത്, എൻ്റെ അച്ഛന്റെ ഉള്ളു തേങ്ങരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഒറ്റ കാരണം മതി അത്തരം ദുശീലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോരാൻ. ആ ഒരു ബന്ധമാണ് കുട്ടിക്കാലത്ത് നമ്മൾ അരക്കെട്ടുറപ്പിക്കുന്ന രാമായണം നമ്മെ അത് പഠിപ്പിക്കുന്നു. വന്ദിക്കേണ്ടവരെ വന്ദിക്കാൻ, അതിലൂടെ നല്ലൊരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ പഠിക്കുന്നു. ധാരാളം സന്ദേശം നിങ്ങൾ കേൾക്കാൻ. 40 കൊല്ലത്തിന്റെ പുറകെ നടക്കണം. നിങ്ങളോട് പറയാൻ പോയാ പറഞ്ഞ കൊല്ലക്കടയിൽ സൂചി വെക്കാൻ പോണേന് തുല്യാണെന്ന് അറിയാണ്ടി ഒന്നല്ല പറഞ്ഞത്. എന്നാലും വന്ന സ്ഥിതിക്ക് എന്തേലും പറയണ്ടേ എന്നുള്ള നിലയ്ക്ക് മാത്രം പറയാട്ടോ. 1-2 കാര്യങ്ങൾ
കൂടെ പറഞ്ഞിട്ട് നിർത്താം. കാരണം എനിക്കും രാത്രി ട്രെയിനുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നേരം ഇവിടെ ഇരിക്കുക എന്നുള്ളതൊരു ശരിയല്ലല്ലോ. പറഞ്ഞാലിട്ട് തീരൂല രാമായണം. ഇപ്പൊ അതും വേണ്ടേ പറയുന്നത്, അനന്തമായ മാതൃകകളാണെന്ന് എടുക്കുക. അതുകൊണ്ട് പറഞ്ഞാലിട്ട് തീരൂല. എന്നാലും ഒന്ന് ചിന്തിക്കാം സീതാദേവിയെ പറ്റി തന്നെ. ഇപ്പൊ സീതാദേവിയെ അല്ലെ ചിന്തിച്ചുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചെന്തിനാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ രാമനെ ചീത്ത വിളിക്കുന്ന കാലമാണല്ലോ നമ്മള്. അപ്പോ സീതാദേവിയെ പറ്റി നമുക്ക് ചിന്തിക്കാനുണ്ട്. ആരാ സീത? ജനകജയാണ് അല്ലെ, ജാനകിയാണ്, വൈദേഹിയാണ്. ഇതൊക്കെ പറയുന്നത് സീത ജനകന്റെ പുത്രിയാണ്. ജനകന്റെ പുത്രിയാണ് സീത. ജനകന്റെ അല്ലെ ബയോളജിക്കൽ ചൈൽഡ് അല്ല, ജനകന്റെ നേരെ മകളല്ല. ഉറപ്പാണല്ലോ. ജനകന് കിട്ടിയ മുതലാണ്, ജനകന് കിട്ടിയ അനാഥ കുട്ടിയാണ് സീത. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ജനകന് കിട്ടിയ അനാഥ കുട്ടിയാണ്. എന്നിട്ട് എങ്ങനെയാ ജനകൻ വീട്ടിൽ കൊണ്ടുപോയി ഈ കുട്ടീനെ? ഈ കുട്ടിയുടെ ജാതി അറിയായിരുന്നു ജനകന്. ജാതി അറിയാത്തവരെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? നമ്മൾ ഇടക്കാലത്ത് കാട്ടിയിരുന്നല്ലേ അല്ലെ, അടികളന്ന് കോലളന്ന് ദൃഷ്ടിപ്പെട്ട കുറ്റം മാറ്റി നിർത്തി. ഈ സീതയുടെ ജാതി അറിയാതെ രാജാവ് കൊണ്ടുപോയില്ലേ സീതയെ വീട്ടിലേക്ക്? ഇതിൽ വലിയ എന്ത് സന്ദേശം നമുക്ക് പറഞ്ഞു തരാനുള്ളത്? മണികണ്ഠകുമാരനെ കാട്ടിൽ നിന്ന് കിട്ടിയപ്പോ പന്തളം രാജാവ് ജാതി അന്വേഷിച്ചു പോയോ? ഒരു പേര് ജാതിപ്പെട്ടതായിരിക്കും. അറിയാണ്ട് എങ്ങനെ കൊണ്ടുപോവുക? തൊട്ടായിട്ടാവില്ലേ വീട്ടിൽ കയറ്റാൻ പറ്റുവാ? ഇനി ദശരഥ മഹാരാജാവിന്റെ പുത്രൻ നാളത്തെ രാജാവാണ് പിന്നെ സ്വയംവരം ചെയ്തത് ഇല്ലേ? സ്വയംവരത്തിന് വരനായിമാരത് ദശരഥ മഹാരാജാവ് അന്വേഷിച്ചു സീതയുടെ ജാതി ഏതാന്ന്. ആ കാര്യമൊക്കെ ചെയ്യില്ല, ജനകം വളർത്തിയതല്ലേ. ജാതി ജാതി നോക്കാതെ രാമൻ ചെയ്തൂലോ. ജനകം വീട്ടിൽ കൊണ്ടുപോയില്ലേ അല്ലേ? മണികണ്ഠകുമാരനെ പന്തളം രാജാവ് വളർത്തിയില്ലേ? ഇനി എന്താ പ്രശ്നം? ഇനി ആരാ നിങ്ങൾക്ക് മറുപടി തരേണ്ടതിന്? കെട്ടാ കുട്ടികളായിട്ട് നമ്മുടെ മക്കള് വീട്ടിൽ നിൽക്കുക. അത് കണ്ട് വിഷമിച്ചിട്ടാ പറയുന്നിട്ടാ. ഇപ്പൊ ഇവിടെ എന്ത് കണക്കെടുത്താൽ ഈ കോട്ടയം ഒക്കെ 10-30 വയസ്സ് കഴിഞ്ഞ് നിൽക്കാറ് ഈ നിൽക്കണത് പോയി. ഇവരൊക്കെ പെണ്ണ് കിട്ടാണ്ട് എന്ത് ഹിന്ദുത്വം വളരുന്നപ്പോ ടീച്ചർ ഈ പറയണമെന്ന് വെച്ചു. ഇവര് കെട്ടിയാലേ ഇവർക്ക് കുട്ടികളുണ്ടാവുള്ളൂ. എന്നാലല്ലേ അടുത്ത തലമുറ ഈ അമ്പലം കൊണ്ട് നടക്കുള്ളൂ. എന്നാലല്ലേ അടുത്ത തലമുറ രാമായണം വായിക്കുള്ളൂ. അതായത് ഇതിനു വേണ്ടി ദൈവം നൂല് കെട്ടി ആളെ വിടുവോ? ഇല്ലല്ലോ. രാമായണം വായിക്കാൻ ആള് വേണം, അമ്പലം നടത്താൻ ആള് വേണം, സംഘടനാ പ്രവർത്തനം. ഇതൊക്കെ എവിടുന്ന് കിട്ടും? ഈ മുതലോളൊന്നും ഇതൊക്കെ ഭയങ്കര ഹിന്ദു താല്പര്യമുള്ളവരാട്ടൊന്നും, ഭയങ്കര ഹിന്ദു താല്പര്യമുള്ളവരാ. പക്ഷെ ഇവർക്ക് ശേഷം ആര് എന്താ ജാതി നോക്കി ജാതകം നോക്കി തപ്പി തെരഞ്ഞ് ലക്ഷം മനുഷ്യരുണ്ടെങ്കിൽ ലക്ഷണമൊത്തവർ 1-2 ഇല്ല. ഇങ്ങനെ പോയാൽ മതിയോ? മാറ്റങ്ങൾ വരുത്തണ്ടേ? ആരാ വരുത്തുക? അതിന് ശ്രീനാരായണ ഗുരു അവതരിക്കട്ടെ, അല്ലെ ഒരു മന്നത്ത് പത്മനാഭന്റെ ഒരിക്കൽ വരട്ടെ, അല്ലെങ്കിൽ ഒരു ആർ ശങ്കർ വരട്ടെ, അല്ലെങ്കിൽ മറ്റേ സദാനന്ദ ഗുരുദേവൻ വരട്ടെ, ശുഭാൻ. അവരൊക്കെ നമുക്ക് വഴികാട്ടിയായില്ലേ? നമ്മുടെ വീട്ടിലൊരാളെ കെട്ടാൻ നമ്മൾ ആരോടെയും ചോദിക്കണേ? ഇത്രയും രാമായണ മാസമൊക്കെ ആചരിച്ചില്ലേ അല്ലെ? ഇനി വീട്ടിൽ ആങ്ങളമാരോ മക്കളോ കല്യാണപ്രായം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ മനസ്സുകൊണ്ട് പാകപ്പെടുക. ഒരു നിലവിളപ്പായിട്ട് കയറി വരുന്ന ഭാര്യ മതി നിൽക്കുക. അത് വേണേ. കാരണം എന്താ വെച്ചാൽ വീട്ടിലെ ചടങ്ങുകളിലൊക്കെ ഒന്ന് പങ്കെടുക്കണ്ടേ. അതുകൊണ്ട് അപ്പൊ വലിയ അത്തരം ചില ചിന്തകൾ മാറ്റിവെക്കാതെ നമ്മൾ ഈ പറയുന്ന ഒന്നിലും അർത്ഥമില്ല. അവിടെ ഒരു ഭേദഭാവവും കാണിച്ചിട്ടില്ല. രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി സീതാദേവിയെ വളർത്തി അനാഥ ബാല്യങ്ങളോട് പെരുമാറേണ്ടത് എങ്ങനെ എന്ന് അവിടെ കാണിച്ചു. അപ്പോ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വഴിയില്ലാത്തവരെയൊക്കെ ഒരു കൈ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ഏതെങ്കിലും വിധത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത്, ഒരുപാടൊന്നും പറ്റിയിട്ടല്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ പറ്റില്ലേ? നമുക്ക് ഒരു നേരെ ഊണയിക്കാണ്ട് വകാന്ന് വിചാരിക്കുക. ഒരു ഉരുളയെങ്കിലും തീരെ ഉണ്ണാലിയാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു ഉരുളക്കുള്ള വക അത്രയെങ്കിലുമൊക്കെ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളൊന്ന് തയ്യാറായി നോക്കൂ. നമ്മുടെ സമാജത്തിൽ ഉണ്ടാകുന്ന മാറ്റം അന്യാദൃശ്യമായിരിക്കും. ചെറിയ നമ്മൾ പറയും ഹിന്ദുക്കൾ തന്നെയൊന്നും സഹായിക്കില്ല മറ്റവര്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ 100 ഉറുപ്പ്യ കൂലി കിട്ടിയപ്പോ അതിന്ന് ഒരു 10 പൈസയെങ്കിലും വേറൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 10 പൈസ അല്ലേ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ? എനിക്ക് 100 കോടി വരുമാനമില്ല ഉള്ളവൻ 10 ലക്ഷം മാറ്റി വെച്ചില്ല എന്ന് പറയാനുള്ള അർഹതയുണ്ടോ? 100 കോടി വരുമാനമുള്ളവൻ 10 ലക്ഷം മാറ്റി വെക്കണമെങ്കിൽ 100 ഉറുപ്പ്യ കിട്ടുമ്പോൾ 10 പൈസ മാറ്റി വെക്കണം. അപ്പോഴല്ലേ സമാജത്തിന്റെ സന്ദേശമായിട്ട് മാറുള്ളൂ. അങ്ങനെ ജനകൻ സീതാദേവിയെ കൊണ്ടുപോയി വളർത്തിയത്, മണികണ്ഠകുമാരനെ പന്തളം രാജാവ് വളർത്തിയത് ഒക്കെ നമുക്ക്
അല്ലെങ്കിൽ കുചേലനെ ശ്രീകൃഷ്ണൻ അല്ലെ സഹായിച്ചത്, ഇതൊക്കെ ധാരാളം നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ പരസ്പരം സഹായിക്കാൻ തയ്യാറ്, അതും നമ്മുടെ നവോത്ഥാനത്തിന്റെ ശാക്തീകരണത്തിന്റെ ഒക്കെ ഭാഗമാണ്. അതില്ലാതെ നമുക്ക് ശാക്തീകരിക്കാൻ സാധ്യമല്ല. ഇനി അവസാനിപ്പിക്കുമ്പോൾ ഇപ്പൊ ഏറെ വിവാദം നിൽക്കുന്ന വാക്കെല്ലാം ഞങ്ങൾക്ക് അറിയണോണ്ട് അത് പറയാത്തട്ടോ. വിവാദം നിൽക്കുന്ന രാമൻ എന്തൊക്കെ രാമനെ ഇതിലൊക്കെ പിന്നെ കോടതി കയറ്റുന്നത് നമ്മള് സീതയെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ അല്ലെ, സ്ത്രീപീഡന കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് തോന്നുന്നുണ്ട്. ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചു, തെറ്റല്ലേ ചെയ്തത്? തൃപ്തികരമായ ഒരു ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടോ? എന്നാലും എന്റെ രാമ, ഞങ്ങളെ കണ്ട് ഇപ്പാട് പിടിപ്പിക്കണമായിരുന്നോ അല്ലെ? ഒന്ന്, ഉത്തര രാമായണം രാമായണത്തിന്റെ ഭാഗമല്ല. നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളൊക്കെ ശുഭപര്യവസായിയായിട്ടേ അവസാനിക്കുള്ളൂ. അതുകൊണ്ടാണ് ശ്രീരാമ പട്ടാഭിഷേകത്തോടെ അവിടെ അവസാനിച്ചു. അവിടെ അതിന്റെ വായിച്ചാലുള്ള ഫലവും പറഞ്ഞു. പുസ്തകം വായിച്ചാലുള്ള ഫലം പറഞ്ഞാൽ അത് അവസാനിച്ചു എന്നാണ്. രാമായണം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ആ ഫലവും അവിടെ പറഞ്ഞു. അതോടുകൂടി ആ ഗ്രന്ഥം അവിടെ അവസാനിച്ചു. അവിടെ സീതയെ ഉപേക്ഷിച്ചിട്ടുമില്ല, സീത ഗർഭിണിയായിട്ടുമില്ല, യാതൊന്നിനും അവിടെ വെച്ചത് അവസാനിച്ചു. ഉത്തര രാമായണം പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്നു. ഇനി പോട്ടെ, ഇനി ഉത്തര രാമായണം ഉണ്ട് എന്ന് തന്നെ കൂട്ടുക. എന്നാൽ നമ്മൾ നിത്യപാരായണത്തിന് ഉത്തര രാമായണം എടുക്കാറില്ല, ആര് കാണണ്ടേ നമ്മൾ വായിക്കാറുള്ളൂ. എന്നാലിപ്പോ അതിലുണ്ട്. നിങ്ങളെന്താ, നിങ്ങൾക്ക് പറ്റാത്തതൊക്കെ തെറ്റാന്ന് പറയാന്ന് ചോദിക്കാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് തെറ്റാന്ന് പറയണ്ട. ഏതായാലും ഇങ്ങനെ ഒരു ഉത്തര രാമായണം കൂടി വന്നു കിട്ടുമല്ലോ. അപ്പൊ അതിനകത്ത് ചിന്തിക്കുക, സീതാ പരിത്യാഗം അത്ര വലിയ തെറ്റാണ്. എന്തുകൊണ്ട്? രാമൻ മകനായപ്പോഴാണ് അച്ഛന്റെ വാക്ക് പാലിക്കാൻ അയോധ്യ ഉപേക്ഷിച്ചു പോയത്. രാമൻ രാജാവാണെങ്കിൽ ഉപേക്ഷിക്കാൻ പാടുമായിരുന്നു. രാമൻ രാജാവാണെങ്കിൽ, രാമൻ അയോധ്യ ആരാച്ചാ ഭരിച്ചോട്ടെ എന്ന് ഇട്ടുകൊടുക്കാൻ പറ്റുമോ? രാമൻ ഉദാര മനസ്കനായതുകൊണ്ടാണ് അയോധ്യ, ചിലർ പറയുന്നത് അയോധ്യ പ്രക്ഷോഭ കാലത്ത് കേരളത്തിലെ ഒരു പ്രമുഖ ചിന്തകനും പ്രഭാഷകനും ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ആളുകളൊന്നും രാമായണം വായിച്ചിട്ടില്ല എന്നാണ് മൂപ്പരുടെ കേസ്. രാമായണം വായിച്ചെങ്കിൽ അതിലൊരു രാമനുണ്ട്. ഏതാണ് ആ രാമൻ? വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന രാമൻ, മറ്റുള്ളവന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന രാമൻ, ഭരതന് വേണ്ടി അയോധ്യ തന്നെ വിട്ടുകൊടുത്ത രാമൻ. ആ രാമനെ മാതൃകയാക്കിയിരുന്നു എങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു? ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയെ വിളിച്ചിട്ട് രാമജന്മഭൂമിയുടെ ആധാരം കണ്ട് കൈ കൊടുക്കുകയായിരുന്നു. അങ്ങൊരു രാമായണം വായിച്ചിട്ട് ശരിയാണ്, ഞാൻ മനസ്സിലാക്കി. പക്ഷെ രാമായണത്തിന്റെ ആദ്യ ഭാഗ്യം വായിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു രാമനുണ്ട്, ശരിയാണ്. പക്ഷേ അതേ രാമൻ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോ ഇതേ ഉദാര മനസ്സ് കാണിച്ചു. പാവൻ രാവണൻ മോഹിച്ചിട്ടല്ലേ കൊണ്ടുപോയിക്കോട്ടെ, അല്ലേ? കൊണ്ടുപോയിക്കോട്ടെ, പാവല്ലേ, ആഗ്രഹിച്ചാ കൊടുക്കണ്ടേ പറഞ്ഞിട്ടുണ്ടോ? അവിടെ എന്താ ചെയ്ത്? രാമസേന ഉണ്ടാക്കി, അല്ലെ? അലയടിക്കുന്ന സമുദ്രത്തെ ചിറകെട്ടി രാമബാണം ഉപയോഗിച്ച് 10 തലയും എഴുതിട്ട് ആൺകുട്ടിയെ പോലെ സീതാദേവിയെ കൊണ്ടുവന്നു. അതൊരു ഭർത്താവിന്റെ കടമ. ആ ഭർത്താവിന്റെ കടമ പൂർണ്ണമായി അവിടെ വിനിയോഗിച്ചു. ഒരു മനുഷ്യന് തന്റെ മുഖ്യധർമ്മം ഏതോ അതിനാണ് പ്രാധാന്യം. അവിടെ സീതാദേവിയെ വീണ്ടെടുത്തു. പക്ഷേ രാജാവായ രാമന് ജനഹിതമാണ് വലുത്. രാജാവായ രാമൻ, ഭരണാധികാരികൾ കേൾക്കേണ്ടത് ജനഹിതമായിരിക്കണം. ജനങ്ങളുടെ വാക്കുകൾക്ക് അത്രയും ശ്രദ്ധിക്കണം എന്നാണ്. ജനങ്ങളുടെ വാക്കുകൾക്ക് പോലും കാതോർക്കണം എന്നൊരു സന്ദേശം ഭരണാധികാരികൾ കിട്ടുന്നു. മക്കൾക്ക് വേണ്ടി മാസപ്പടിയും വർഷപ്പടിയും ഒക്കെ ഉണ്ടാക്കുന്നത് നല്ല അച്ഛന്മാരാ, അല്ലെ? മക്കൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നല്ല അച്ഛന്മാരാ. പക്ഷെ അതൊരു ഭരണാധികാരിക്ക് ഭൂഷണമല്ല. ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യം അതല്ല. ഭാര്യമാർക്ക് വേണ്ടി സ്വത്തുണ്ടാക്കി കൊടുക്കുന്നത് ഒരു ഭർത്താവിന് ഭൂഷണ, ഒരു ഭരണാധികാരിക്ക് ഭൂഷണമല്ല. ഭാര്യമാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണമാണ്. പക്ഷെ അതൊരു ഭരണാധികാരി, ഒരു നേതാവ് ചെയ്യാൻ പാടില്ല. നാട്ടുകാർക്കൊക്കെ ജോലി ഇല്ലാണ്ടൊക്കെ എന്റെ ഭാര്യയ്ക്ക് മാത്രം കൊണ്ടിട്ട് ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുവോ? അപ്പൊ അതൊക്കെ ചെയ്ത് ശീലിച്ചവർക്കാണ് രാമനെ മനസ്സിലാവാത്തത്. അവിടെ രാമൻ അന്ന് സീതയെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവരൊക്കെ കുറ്റം പറഞ്ഞ സീതയായിരുന്നു. എന്നാലും രാവണന്റെ കൊട്ടാരത്തിലല്ലേ ഇപ്പൊ സീത പരിശുദ്ധയാണ്. സീതയെ പറ്റി ഒരാൾക്കും ഒരു സംശയവുമില്ല, സീത പരിശുദ്ധയാണ്. അപ്പോ ഏതായാലും രാമൻ ജനിച്ചിട്ടില്ല എന്നൊക്കെ പറയണ ഒരു രാമൻ കല്യാണം കഴിച്ചു ഉപേക്ഷിച്ചു എന്നെങ്കിലും സമ്മതിച്ചതിന്റെ ഒരു വലിയ സന്തോഷം നമുക്കുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണത്. ഇപ്പൊ ക്വസ്റ്റ്യൻ അതുപോലെ ഒന്നുകൂടെ ചോദിക്കണം. 100 കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടെ ശംഭൂകനെ കൊന്നില്ലേ? ആ കഥ പലർക്കും അറിയുന്നില്ല. ശംഭൂകൻ എന്ന ശൂദ്രൻ തപസ് ചെയ്തിട്ട്, ഈ തപസ് ചെയ്തുകൊണ്ട് നാട്ടിലൊക്കെ ബുദ്ധിമുട്ട്. കാരണം ശൂദ്രൻ തപസ് ചെയ്യുന്നു. ശൂദ്രൻ തപസ് ചെയ്തുകൊണ്ട് നാട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോ രാജാവായ രാമൻ പോയിട്ട് ശൂദ്രന്റെ തല വെട്ടിയിരുന്നു. ശൂദ്രന്റെ തപസ് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സനാതന ധർമ്മം. ശൂദ്രൻ തപസ് ചെയ്തുകൊണ്ടല്ല തല വെട്ടിയത്. ശംഭൂകന്റെ തപസ് അത് പ്രക്ഷിപ്തമാണെങ്കിലും അല്ലെങ്കിൽ അതിൽ പറയുന്നുണ്ട് ശംഭൂകൻ തലകുത്തനെ തലകീഴായിട്ട് തപസ് ചെയ്യണം.
തലകീഴായി തപസ് ചെയ്യുന്നത് തപസ്സിന്റെ രീതികൾക്കനുസരിച്ച് അല്ല തപസ് ചെയ്യണത്. എന്നാ കൊല്ലണോ? വേണ്ട. പക്ഷെ കൊല്ലണം. എന്തുകൊണ്ട്? ഇപ്പൊ രാമാവതാരം എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? എന്തിനാ ഭഗവാന് രാമാവതാരം എടുക്കേണ്ടി വന്നത്? രാവണന് കിട്ടിയ വരബലം കൊണ്ടല്ലേ? തപസ് ചെയ്തിട്ട് ദൈവത്തിനെ കെട്ട് വരച്ച വരയിൽ നിർത്തിയിട്ട് എന്നെ മനുഷ്യനല്ലാതെ ആരും കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് വരം മേടിച്ചോണ്ടല്ലേ രാമന് മനുഷ്യാവതാരം എടുക്കേണ്ടി വന്നത്? ഇല്ലേ? തൂണ് വളർന്ന് നരസിംഹാവതാരം എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഹിരണ്യകശിപു നേടിയ വരബലം എന്തുകൊണ്ട്? എന്നെ അകത്ത് കൊല്ലരുത്, പുറത്ത് കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, 100 ന്യായം വിചാരിച്ച് നിന്നാരും കൊല്ലില്ല. ഭഗവാൻ ഇതൊക്കെ മറികടന്നുകൊണ്ട് നരസിംഹത്തിന്റെ രൂപത്തിൽ വന്ന് ഉമ്മറപ്പടിയിൽ ഇരുന്ന് മടിയിൽ വെച്ച് കൊല്ലേണ്ടി വന്നു. കാരണം അമ്മ ആയിരത്തെ വരാണ് മേടിച്ചു കൊടുത്തത് അല്ലേ? അപ്പോ തപസ് കിട്ട് ചെയ്തിട്ട് ഭഗവാന്മാരെ ബുദ്ധിമുട്ടിലാക്കി കൂത്തിനെ പിടിച്ച് വരച്ച വരയില് ഓരോ അസുരന്മാർ ഓരോ സാധനം മേടിച്ചാൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൊടുക്കേണ്ടവർക്കുള്ളൂ. പക്ഷെ പിന്നെ നേരെയാക്കേണ്ട ഉത്തരവാദിത്തം മഹാവിഷ്ണുവിനാണ്. ഇതൊക്കെ അവതരിച്ചു വന്ന് മാറ്റേണ്ടത് മഹാവിഷ്ണുവിനാണല്ലോ. അപ്പോ പ്രശ്നം വന്നിട്ട് തീർക്കണവനല്ല നല്ല ഭരണാധികാരി, പ്രശ്നം വരാതെ നോക്കേണ്ടത്. ഈ തലകുത്തര തപസ് ചെയ്യണത് നാളെ ഒരു രാവണനാവാനാണ്. ഈ തലകുത്തര തപസ് ചെയ്യണത് നാളെ ഒരു മറ്റേ ഹിരണ്യകശിപു ആവാനാണ്. എന്നെ അത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, എന്നെ ആരും കൊല്ലരുത്, അല്ലേ ഞാൻ ജാഗ്രത മറ്റേത് പറഞ്ഞു. പിന്നെ അപ്പ ഭഗവാൻ വേറൊരു അവതാരത്തിൽ വധിക്കാൻ നിൽക്കണ്ടല്ലോ. പോക്ക് അങ്ങട്ടാണ്. അതൊരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണം. ഓ, നമ്മുടെ അതിർത്തി ഒരാളൊന്നും കാക്കണ്ട, അവരൊക്കെ നല്ല ആൾക്കാരാന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ അനുഭവിച്ച് നമുക്കറിയാം അല്ലേ? അതിർത്തിയിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പേ അവരെ ശരിക്കും പഠിക്കുകയും അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമാണ്. അപ്പൊ ഒരു നല്ല ഭരണാധികാരി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അത് മാറ്റണം. കാരണം ഇവിടെ തപസ് ചെയ്യണത് ലോകം നന്നാവാൻ വേണ്ടിയുള്ള തപസ്സൊന്നുമല്ല ചെയ്യണത്. അങ്ങനെയാണോ രാവണൻ ചെയ്തത്? ലോകം നന്നാവട്ടെ എന്ന് പറഞ്ഞ തപസ്സാണോ ചെയ്തത്? അതാണോ ഹിരണ്യകശിപു ചെയ്തത്? അപ്പൊ അതുപോലെ ഇനിയൊരു അല്ലെ വരബലം കൊണ്ട് ഇവിടെ ആരും നെഗളിച്ച് ഭൂമിയുടെ നല്ല നടത്തിപ്പിനെ ശല്യപ്പെടുത്തുകയും ഭൂഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യരുതെന്നൊരു ഭരണാധികാരി തീരുമാനിച്ചെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയുമോ? അപ്പോ ജനിക്കാത്ത രാമൻ ഇത്രയും ഇവരൊക്കെ ചെയ്തു എന്ന് അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. കൂടുതൽ രാമായണത്തിലേക്ക് ഇറങ്ങണം. തുടങ്ങിയോടെ തന്നെ അവസാനിപ്പിക്കട്ടെ. രാമായണത്തിന്റെ മഹത്വം, രാമായണത്തിൽ അതുണ്ട്, രാമായണത്തിൽ ഇതുണ്ട്, രാമായണത്തിൽ മറ്റതുണ്ട്. വായിച്ചു നോക്കിയല്ലേ ഇതൊക്കെ അറിയുള്ളൂ. ആരൊക്കെ വന്നിട്ട് എല്ലാവരും വന്ന് പ്രഭാഷണത്തിൽ പറയുന്നത് രാമായണത്തിൽ അങ്ങനെയുണ്ട്, രാമായണത്തിൽ ഇങ്ങനെയുണ്ട്, രാമായണത്തിൽ അങ്ങനെയുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി സ്വയം ബോധ്യപ്പെടുന്നത് വരെ രാമായണത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് അവസ്ഥ. നിങ്ങൾക്ക് ബോധ്യമാകാത്ത ഒന്നും രാമായണത്തിലില്ല. അതുകൊണ്ട് വായിക്കണം, അത് അനുഭവമാക്കി മാറ്റണം. മറ്റുള്ളവർക്ക് ആ സന്തോഷത്തോടെ അത് പങ്കുവെച്ച് കൊടുക്കാൻ കഴിയണം. ആ സുഖം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അനുഭവിക്കട്ടെ. അപ്പോ കൂട്ടക്ഷരം വായിക്കാൻ പഠിച്ച എല്ലാവരും അടുത്ത വർഷമാകുമ്പോഴേക്കും രാമായണം വായിച്ചിരിക്കണം. അത് ഒരു തപസ്യയായിട്ട് ഏറ്റെടുക്കുക. വിജയിക്കാൻ കഴിയോ എന്നൊന്ന് നോക്കട്ടെ. നമ്മൾ ഒറ്റയ്ക്കൊന്നല്ല അല്ലെ, നമ്മളോടൊപ്പം രാമനാമം കേട്ടാ പോവാത്ത ഹനുമാനുണ്ട്. രാമനാമം കേട്ട അവിടെ ഉണ്ട് മൂപ്പർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. മരുത്താമല പൊക്കിക്കൊടുന്ന മഹാനാണല്ലോ, ആ നമ്മുടെ കൂടെയിട്ട്. അതുകൊണ്ട് ആ ഹനുമാനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തുടങ്ങുക. അടുത്ത ഇനിയുള്ള രാമായണ മാസാചരണം അങ്ങനെയാകട്ടെ. സ്വന്തം വീടുകളിൽ 10-15 മിനിറ്റെങ്കിലും, അധികം ഒന്നും വായിക്കണ്ട, 10-15 മിനിറ്റെങ്കിലും ദിവസവും വായിക്കുമെന്ന പ്രതീക്ഷയിൽ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹാശിസ്സുകൾ നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പദകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഓം ശാന്തി.